ഹലോ മലയാളി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എമ്പുരാന്റെ ട്രെയിലർ ഇറങ്ങി ഭയങ്കര എല്ലാവരും റെസ്പോൺസ്, അതിഗംഭീര റെസ്പോൺസ് ആണ്. നമ്മൾ കണ്ടപ്പോൾ ഇതേ അവസ്ഥയായിരുന്നു. അതാണ് ട്രെയിലർ, ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ. ഞാൻ നൈറ്റ് എന്തോ സ്റ്റാറ്റസ് ഒക്കെ ഷെയർ ചെയ്തിരിക്കുന്ന സമയത്താണ് ട്രെയിലർ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് കണ്ടു എന്ന് ചോദിച്ചു. ഞാൻ എന്ത് കണ്ടു എനിക്ക് മനസ്സിലായില്ല സംഭവം എന്തോ. അപ്പോഴത്തേക്ക് എനിക്ക് ലിങ്ക് അയച്ചത് ഞാൻ പ്ലേ ചെയ്തൊരു ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് വേറൊരു സ്കെയിലോട്ട് പോകുന്നതായിട്ട് ട്രെയിലർ ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ തോന്നി. അപ്പോഴേ ഞാൻ എടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്തു. ഫസ്റ്റിൽ ഞാൻ അതാ ചെയ്തത്. എല്ലാവർക്കും ശരി എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഹൈപ്പിലിരുന്ന സാധനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. 1.8 എന്ന് പറഞ്ഞ ഓൾറെഡി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ സമയത്ത് വരുന്നുണ്ടെന്ന്. അപ്പൊ നമ്മൾ മറ്റേ ചിന്തിച്ചിരിക്കുമ്പോൾ വരുന്നുണ്ട്. അത് ഈ 1.8 എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഞാൻ കണ്ടു. ഉച്ചയ്ക്ക് 1.8 ആൾക്കാരൊക്കെ പറഞ്ഞ്. അപ്പൊ കിടക്കാൻ പോകുന്നതിന് മുമ്പ് രാത്രിയിലല്ലേ വന്നു. അപ്പൊ അതിന് മുമ്പ് ഒരു അരമണിക്കൂറിന് മുമ്പ് എനിക്ക് തോന്നുന്നു 24-ലോ ഏതോ ഒരു ചാനലില് ഇത് ഈ ടൈം ഡീകോഡ് ചെയ്തിട്ടൊരു വീഡിയോ വന്നു. ഞാനിതെല്ലാം കിടന്നിട്ട് ഇങ്ങനെ കിടക്കാണ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ലിങ്ക് വന്നു. സംഭവം അങ്ങ് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത സാധനം വന്ന് പെട്ടെന്ന് എന്താ വന്നേന്നുള്ള ഒരു ഇതായി. ആ ഒരു കൺഫ്യൂസിലായിരുന്നു. പിന്നെ നോക്കിയപ്പോ വേറെ ഗ്രൂപ്പിലൊന്നും വന്നിട്ടില്ല. ഞാൻ പിന്നെ എല്ലായിടത്തും എടുത്ത് ഷെയർ ലീക്കായതാ. നോക്കിയപ്പോ ആശീർവാദ് സിംഗ് ലീക്കല്ല, ഒഫീഷ്യലാണ് സാധനം. ഇങ്ങനെ കണ്ട് എന്റെ പൊന്നെ കിളി പോയെന്ന് വെച്ച് കഴിഞ്ഞാ ഇങ്ങനെ ഒരു ഇങ്ങനെ കേറി തലക്കൂടെ അതുപോലൊരു അവസ്ഥയായിരുന്നു. അവസാനം എന്നാ ഈ പണി വെച്ചതൊക്കെ ആ ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു അടിപൊളിയായിട്ട് ഇത് ആ വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അതുകൊണ്ട് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. കളർ ഗ്രേഡിങ് ആണെങ്കിലും ഈ ഇവൻ ഇല്ല മറ്റേ എന്താ KGF-നെ അതിനെയൊക്കെ കരിപ്പൊടി യൂണിവേഴ്സ് എന്നൊക്കെ പറയും, കളർ ഗ്രേഡ് ചെയ്ത് കുറച്ചും കൂടെ അങ്ങ് ഡാർക്ക് ഷെയ്ഡിലോട്ട് പോകും. പക്ഷെ ഇത് പക്ക കളർ ഗ്രേഡിങ്. ഇതിന് ഹോളിവുഡിലെ ഒരു ജയന്റ് പടം, ഒരു ആക്ഷൻ എന്റർടൈനർ പടം എങ്ങനെ ഇരിക്കും അതുപോലെ ഒരു MI പടം, ഒരു നല്ലൊരു ആക്ഷൻ, ഒരു എന്താ പറഞ്ഞ ഒരു മിലിറ്ററി റിലേറ്റഡ് പടം പോലെ. ബോണ്ട് സിനിമകൾ ശ്രദ്ധിച്ചാൽ ഇതുപോലത്തെ കളറിന്റെ ഓരോ പാറ്റേൺ കാണാം ഓരോ ഫ്രെയിമിന്. എനിക്ക് തോന്നുന്നു അതുപോലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ശരി കുറെ വൈറ്റ് സീനുകളായിരിക്കില്ല ബോണ്ടിന്റെ ഫിലിംസിലൊക്കെ. ഈ കാറൊക്കെ ഒരിടത്ത് ഭയങ്കര സ്റ്റോട്ട് കാണിക്കാൻ അതുപോലത്തെ ഉണ്ട് എനിക്ക്. അതെ, മറ്റേ എന്തോ ഈ പറയുന്ന മൊത്തത്തിൽ ട്രെയിലറിന്റെ ഈ അവസാനം ഓർക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു എന്താ ഒരു ബ്രൗണിഷ് കളറാണ് നമ്മൾ മനസ്സിലിരിക്കുന്നത്. ഒരു സെപ്പിയ ആ ടൈപ്പ് കളറാണ്. പക്ഷെ പക്ഷെ എനിക്കൊന്ന് ലൂസിഫർ നമ്മുടെ ഈ കേരളം ആ ഭാഗമൊക്കെ കാണിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബ്ലൂ ഷെയ്ഡ്, ഗ്രീനിഷ് ആ ഒരു ആഷ് കളർ, ആ ഒരു ടോണാണ് തോന്നിയത്. പക്ഷെ ഇത് എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇവർ രാത്രിയിൽ ഇട്ടേന്ന്. എനിക്ക് തോന്നുന്നത് അല്ല, ഹിന്ദി ട്രെയിലർ ലീക്കായി. അങ്ങനെ വേറെ എന്തോ ഒരു ലാംഗ്വേജിലെ ട്രെയിലറിന്റെ ഒരു മിനിറ്റ് അങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഒഫീഷ്യലായിട്ട് അവരിറങ്ങി. അത് പിന്നെ മലയാളം വന്നു, പിന്നെ ബൈ ഇങ്ങനെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളമെല്ലാം. അത് പിന്നെ എനിക്ക് ഞങ്ങൾ അതിനുശേഷം ഞാൻ അപ്പോഴേ എല്ലാവരുടെയും ഡിസ്കഷൻ പോലെ നമ്മൾ ഡിസ്കഷൻ രാത്രി ഒരു 3:30-4 മണി വരെ ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തു എന്തൊക്കെയാ സംഭവം നടക്കുന്നത്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. സിനിമ കാണാനുള്ള എല്ലാ മുതലും അതിനകത്ത് ഇട്ടിട്ടാണ്. ശ്രദ്ധിച്ചോ, 2 മിനിറ്റ് 54 സെക്കൻഡ്, 2 മിനിറ്റ് 3 മിനിറ്റ് 51 സെക്കൻഡ് അങ്ങോട്ടുണ്ട് ട്രെയിലർ. മൊത്തത്തിൽ ഒരു കുന്തോ മനസ്സിലായിട്ടില്ല. എന്നുവെച്ചാൽ കഥയുടെ ഒരു അംശം പോലും കിട്ടിയിട്ടില്ല. നമുക്ക് ഊഹാപോഹങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഒരു കാര്യം, ഒരു സാധനം, ഒരു കഥ ഒന്നും. വെൽ മെയ്ഡ് ട്രെയിലർ എന്ന് പറയുന്നത് ലൂസിഫറിന്റെ പറയുമായിരുന്നു. ഈ മലയാളത്തിലെ ഏറ്റവും വെൽ മെയ്ഡ് ട്രെയിലർ ആയിരുന്നു ലൂസിഫറിന്റെ. അതിന്റെ അപ്പുറമായിരുന്നു അല്ലേ? പിന്നെ തീർച്ചയായും ആ പാറ്റേൺ അങ്ങനെ വിട്ടിട്ടില്ല. എന്തായാലും പൃഥ്വിരാജ് ആയിരിക്കും ഇതിന്റെ ബാക്കിൽ ഇതിന്റെ ഷോർട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ട്രെയിലറിന് വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചിട്ടായിരിക്കും ഓക്കെ വെക്കുന്നത്. കാരണം വെച്ചാൽ നമുക്കൊരു ഗസ് ചെയ്യാനാണെങ്കിലും ഒരു വൈൽഡ് ഗസ് ചെയ്യാന്നല്ലാതെ ഒരു ആപ്റ്റായിട്ടൊരു ഇതായിരിക്കും സംഭവിക്കുന്നത്, ഇതാണ് അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടില്ല. എന്നാൽ എല്ലാ സീൻ കാണുമ്പോൾ നമ്മൾ പോയി കാണണം എന്ന് പറയുന്ന ആകാംക്ഷ നമ്മളെ അതല്ലേ പിന്നെ കണ്ടത്. ബുക്കിംഗ് 625K.
ഒന്ന് ആലോചിക്കുക, ഫസ്റ്റ് 24 hours ഇതുവരെയുള്ള റെക്കോർഡ് 300+ ആണ്. അതിന് ഡബിൾ ആണ് അടിച്ചത്, ഡബിൾ. അതൊന്നും ആലോചിച്ച അത് മലയാളികളാണ്, ഒബ്വിയസ്ലി മലയാളികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് കിട്ടുന്ന GCC ആണെങ്കിലും അല്ല, ഇനി റെസ്പോൺസ് വരണമെങ്കിൽ മലയാളികൾ ഓക്കെ പറഞ്ഞാലേ ഇനി അടുത്ത അവരിലോട്ട് കയറത്തുള്ളൂ. മാർക്കോ തന്നെ നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് അടിച്ചിറക്കി, ഇത് ഏറ്റവും വയലൻസ് ആണെന്ന് അടിച്ചിറക്കിയപ്പോഴാ മാർക്കോ ഹിന്ദിയിൽ പോയത്, അവിടെയുള്ള ആൾക്കാർ കാണുന്നത്. അതുപോലെ ഒരു റെസ്പോൺസ് നമ്മുടെ ഇടയിൽ നിന്ന് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ എമ്പുരാൻ എല്ലായിടത്തും കയറി കാണും. പിന്നെ അതർ ലാംഗ്വേജ് ആരൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുള്ള നമ്മൾ അറിയത്തില്ല, അതാണ് നോക്കേണ്ടത്. ഇത് പറഞ്ഞാൽ വെളിയിലുള്ള മലയാളികൾ, കേരളത്തിന് പുറത്തുള്ള GCCയിലുള്ള മലയാളികൾ തന്നെയാണ് ഈ ഒബ്വിയസ്ലി ഒരു 90% ആൾക്കാരും ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എത്ര പേർക്ക് മൊബൈൽ ഉണ്ടെന്നോ, എത്ര പേർക്ക് ബുക്ക് മൈ ഷോ ആപ്പ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പ് ഉണ്ടെന്നോ ഓൺലൈൻ ബുക്ക് ബുക്ക് മൈ ഷോ ആപ്പ് ക്രാഷ് ആണെങ്കിൽ മനസ്സിലായിക്കണോ, ആ ടൈമിൽ നമ്മൾ ആ ടൈം നോക്കിയിരിക്കുകയാണ്. ആ ടൈം ഞാൻ ആക്ച്വലി അന്ന് രാവിലെ 8:55 മറ്റാണ്, 8:47 മറ്റാണ് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി നേരെ വെളിയിലോട്ട് ഇറങ്ങിയപ്പം എന്റെ ഫ്രണ്ട് റൂംമേറ്റ് അവനാണെങ്കിൽ പല്ലി ചോദിച്ചു, അമ്മച്ച് ബുക്ക് ചെയ്താ ചോദിച്ചേ, അയ്യോ പറഞ്ഞിട്ട് ഇറങ്ങി ഒറ്റ ഓട്ടം അവിടെ ചെന്ന് നോക്കി. പക്ഷെ ഓപ്പൺ ആക്കി ബുക്ക് മൈ ഷോ ഓപ്പൺ ചെയ്ത സമയത്ത് അപ്പം എനിക്കൊന്ന് 8:55 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 9 o'clock കൃത്യം ഓപ്പൺ ചെയ്ത സമയത്ത് ബുക്ക് മൈ ഷോയില ഇതില്ല, കാണിക്കുന്നില്ല, ലിസ്റ്റ് ചെയ്തിട്ടില്ല, മൂവി വന്നിട്ടില്ല. നമ്മളെ കമ്മിങ് സൂൺ മൂവി ഇല്ലാത്ത 9:03 കണ്ടായപ്പോഴാണ് ഒരു പാറശാലയിലോ മറ്റോ ടിക്കറ്റ് കാണിച്ചു. ഞാൻ ട്രിവാൻഡ്രം നോക്കിയത്, പാറശാലയിലോ മറ്റോ ടിക്കറ്റ് കാണിച്ചു ഓപ്പൺ ആയത്. അപ്പൊ ഞാൻ 6 മണി മുതലുള്ള ഉണ്ടായിരുന്നു. ഇങ്ങനെ 6 മണി മുതലുള്ള ഷോ അതിന് പക്ഷെ അതാണ് ദൂരെയാണ്, എങ്ങനെ പോകാനാണ്? എനിക്ക് ഭയങ്കര ദൂരെയാണ്, അപ്പം അത് പോകാൻ പറ്റില്ല. ഞാന് നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, അടുത്തടുത്ത് ഒരുപാട് അങ്ങനെ നോക്കുമ്പോഴേ നമുക്ക് ടിക്കറ്റ് കിട്ടാതെ വരുന്നത്. ഇപ്പം ലുലു വരുമ്പോൾ ലുലു കാണിക്കുന്ന പോലില്ല. പിന്നെ ഓഫീസിൽ പോയിട്ടിരുന്ന് സ്ക്രോൾ ചെയ്യാൻ റിഫ്രഷ് ഒന്നും വരുന്നില്ല. ഓരോ 7 മിനിറ്റോ 10 മിനിറ്റോ അങ്ങോട്ട് കൂടുമ്പോൾ ഓരോ തിയേറ്റർ വരും, അത് ഫില്ലായി പോകും. അടുത്തുള്ളതൊന്നും വരുന്നില്ല. അങ്ങനെ വന്നിരുന്നിരുന്ന പിന്നെ ഓഫീസിലെ എല്ലാവരും ഇത് തന്നെ. പിന്നെ ഇതില് മറ്റേ ബ്രൗസറിൽ കയറിയിട്ട് ബ്രൗസർ റിഫ്രഷ് അടിച്ച് കുഴഞ്ഞ് ലാസ്റ്റ് അപ്പം ഒരു ഇതായി. ഞാൻ ആദ്യം വെച്ച് 2 ടിക്കറ്റ് എങ്ങനെയെങ്കിലും ബുക്ക് ചെയ്യാം, ആരെങ്കിലും വിളിച്ചോണ്ട് പോവാം, കിട്ടുന്നവർ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അടുത്തുള്ള ഒരെണ്ണം ഓപ്പൺ ആയപ്പം ബുക്ക് ചെയ്യാനിട്ടു. ബുക്ക് ചെയ്ത് പേയ്മെന്റിലോട്ട് പോകുന്നില്ല, അതിന് മുമ്പ് തന്നെ ഇഷ്യൂകൾ വരുന്നത്. പേയ്മെന്റ് പോകുന്നില്ല, അതിന് മുമ്പേ ഇത് പോകും, സീറ്റ് പോകും. തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്ക് വേറെ കുറെ സീറ്റ് അവൈലബിൾ. അത് സെലക്ട് ചെയ്ത് വീണ്ടും പോകുമ്പോൾ പ്രൈം ലൊക്കേഷൻ ആയതുകൊണ്ടായി എനിക്കതിങ്ങനെ പ്രയാസം ഉണ്ടായില്ല. ടിക്കറ്റ് ഓക്കെ ആയി. എന്റെ പ്രൈം ലൊക്കേഷൻ അല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓക്കെ ആണ്. ഇതും എല്ലാരും നോക്കിയിരിക്കല്ലേ, ഭയങ്കര തിരക്കായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് അപ്പം വിചാരിച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്ന് വിചാരിച്ച് എല്ലാരും കൂടെ ബുക്ക് ചെയ്യണ്ട, ഒരുത്തരും ബുക്ക് ചെയ്തിട്ട് പോവാം, ഒരുമിച്ച് പോവാം. ഞങ്ങളൊരു 10 പേര് ഒരുമിച്ച് ബുക്ക് ചെയ്യാന്ന് വെച്ച് അങ്ങനെ ബുക്ക് മൈ ഷോ ആപ്പിൽ കിട്ടിയില്ല. പിന്നെ ടിക്കറ്റ് ന്യൂ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതില് പിന്നെ ഒരു ട്രൈ ചെയ്തപ്പോഴാണ് ഓക്കെ അതില് എനിക്ക് കിട്ടി. എന്തായാലും ഒരു യുദ്ധം നടത്തിയിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. ഇതേപോലെ അല്ല, ഒരു കാര്യം നമ്മൾ ഓക്കെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ബുക്ക് ചെയ്യും, നമ്മൾ ഓരോ വലിയ ഹൈപ്പുള്ള പടമാണ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ റെസ്പോൺസ് അറിഞ്ഞിട്ട് വേണം അടുത്ത ദിവസത്തെ ബുക്ക് ചെയ്യാൻ. 5 ദിവസം ബുക്ക് ചെയ്യാം, അതാണ് 5 ദിവസം ബുക്ക് ചെയ്ത് വെച്ചേക്കാം. 5 ദിവസം അതൊക്കെ മാരത്തോൺ ഷോകൾ. അത് ഏതോ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു, ഏറ്റവും കിടിലം ആരാധകർ എന്ന് പറയുന്നത് ഈ മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ആരാധകരുണ്ട്. ഞാനൊരു പോസ്റ്റ് വായിച്ചതാണ്, അത് കറക്റ്റ്. സ്ലീപ്പർ സെൽ ആരാധകർ എന്ന് പറയുന്നത് അവർ ഈ ഓൺലൈനിൽ കിടന്ന് കുസ്തി പിടിക്കാനോ ബാക്കിയുള്ളവരെ താഴ്ത്തടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ മോഹൻലാൽ പടങ്ങൾ വരുമ്പം അതെ ഫാൻ ഫൈറ്റ്, ഒരു ഫാൻ ഫൈറ്റും ഇല്ലാത്ത, പക്ഷെ അവരെ ആരാധിക്കുന്നുണ്ട് ആ മനുഷ്യനെ. മോഹൻലാൽ അത്രത്തോളം ഫോളോ ചെയ്യുന്ന കുറെ ആരാധകരുണ്ട്. ഇതിനൊന്നും കാണുന്നില്ല, അവർ ഈ കുസ്തി പിടിക്കാൻ ഒന്നും പറ്റില്ല. അവര് റൈറ്റ് ടൈമില് നല്ലൊരു പോസിറ്റീവ് സാധനം വരുമ്പോഴത്തേക്ക് അങ്ങനെ സപ്പോർട്ട്, അതിന്റെ ഉത്തരവാണിത്. എന്നുവെച്ചാൽ നമുക്കറിയാം ഇങ്ങനെയൊരു, അതായത് പുഷ്പ അങ്ങനെയുള്ള മൂവീസിന് ഇന്ത്യയിൽ കിട്ടിയ എന്താ പറയുക ബുക്കിങ്ങിന് കിട്ടിയതിനേക്കാളും ഇരട്ടിയ ഒരു മലയാളത്തിന്, അതായത് ഏറ്റവും കുറവ്, അതായത് നമ്മുടെ മലയാളത്തിന്റെ പോപ്പുലേഷൻ കുറവ്, അതെ തിയേറ്റർ കുറവ്, റിലീസ് തിയേറ്റർ 700 മറ്റേ ഉള്ളൂ കേരളത്തിൽ, 700+ തിയേറ്ററേ ഉള്ളൂ.
ആന്ധ്രയിൽ അത് 1500 2000 പാവയ്ക്ക കിടക്കുന്ന പോലത്തെ ഈ കേരള സംസ്ഥാനത്ത് ഇത്രയും വലിയ ബുക്കിംഗ് നടന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഓൾ ഇന്ത്യ അത്ഭുതപ്പെടുകയല്ലേ. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഇതിലും ഭയങ്കര പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, എന്നിട്ട് പോലും ഈ ബുക്കിംഗ് ഒരു ഇത് കാണുന്നില്ല. അപ്പൊ അവർ ശരിക്കും ഞെട്ടും. പിന്നെ സത്യം പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഇപ്പൊ ഞെട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ പോസിബിൾ ആണ് പല സാധനങ്ങളും. പിന്നെ പക്ഷെ ഇങ്ങനെ പടം ഇറങ്ങിയിട്ട് അവർക്കൊക്കെ ഒരു അടിയായിട്ടുണ്ട് കേട്ടോ. മലയാള ഇൻഡസ്ട്രി ആണോ ഇനി ഇങ്ങനെ തകടം മറിച്ചാലോ എന്നൊരു എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഒന്നുണ്ട്. അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് ഉണ്ട്. അതല്ലെങ്കിൽ വേറൊരു പ്രശ്നം വെച്ചാൽ മലയാളത്തിന്റെ കേരളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ലാംഗ്വേജ് അതേ ലാംഗ്വേജിലെ മൂവീസ് നല്ല മൂവീസ് ആണെങ്കിൽ ഇവിടെ ഇറങ്ങും, റിലീസ് ചെയ്യും. അതിന് കാണാനായിട്ട് ആൾക്കാരും ഉണ്ട്. അതേ ലാംഗ്വേജിൽ തന്നെ പോയി കാണുകയും ഡബിംഗ് ഒന്നും വേണ്ട. അങ്ങനെ തെലുങ്ക് അല്ലെങ്കിൽ കന്നഡ ഒക്കെ വരുമ്പോഴാണെങ്കിൽ ഈ ഇടയ്ക്ക് അത് ഫേമസ് ആയി. അതെ, ബാഹുബലിയൊക്കെ വന്നതിന് ശേഷം അപ്പം അത് ഇവിടെ തിയേറ്ററുകൾ അതിന് റിലീസ് ചെയ്യാൻ കിട്ടും. പക്ഷെ ഇവർക്കൊന്നും അങ്ങനെ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവരൊന്നും വേറൊരു ലാംഗ്വേജിലെ പടം അവരുടെ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ, മെയിൻ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവർക്ക്. അവര് എന്താ പറയുക, ഇപ്പൊ തമിഴ്നാട്ടിൽ തന്നെ ആണെങ്കിലും, ഇൻ കേസ് തമിഴ്നാട്ടിൽ തന്നെ ആണെങ്കിലും അവർ മെയിൻ സ്ട്രീം തിയേറ്റേഴ്സ് അവരുടെ മെയിൻ ഹീറോസ് അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജിൽ ഇറങ്ങുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതെ, അവരുടെ തിയേറ്ററിൽ കിട്ടും. പിന്നെ ബി ഗ്രേഡ് അല്ലെങ്കിൽ ബി ക്ലാസ് തിയേറ്ററുകളുണ്ട്, അല്ലാതെ വലിയ ഇതൊന്നും അല്ലാത്ത ഓഡിയോ സിസ്റ്റം ഒന്നും കറക്റ്റ് അല്ലാത്ത ലോക്കൽ ഹീറോ അല്ല, ആ തിയേറ്ററുകളിലേക്ക് ഈ പടങ്ങൾ ഇതൊക്കെ എമ്പുരാനല്ല മലയാളം പടങ്ങൾ വരും, മലയാളം പടങ്ങൾ കൊടുക്കും, ആ തിയേറ്ററിൽ കൊടുക്കും. മെയിൻ പടങ്ങൾ നല്ല ക്വാളിറ്റി തിയേറ്ററുകൾ എല്ലാം വലിയ വലിയ പടങ്ങളായി. പക്ഷെ അത് ഒരു കാര്യമുണ്ട്, ഈ സമയത്ത് അവിടെ നിന്ന് ക്ലാഷ് വെക്കാൻ വലിയ പടങ്ങളില്ല. അതാണ് എമ്പുരാന്റെ ഒരു ഗുണം. നോർത്ത് ഇന്ത്യയിൽ മാത്രം സിക്കന്ദർ ഉണ്ട്. സിക്കന്ദറിന് ഇത്രയും ബുക്കിംഗ് ഒന്നും വന്നിട്ടില്ല. ബുക്കിംഗ് തുടങ്ങിയിട്ടില്ല, ഇൻട്രസ്റ്റ് പോലും ഇത്രയും വന്നിട്ടില്ല. നമ്മള് 400 സംതിങ് ആയി ബുക്ക് മൈ ഷോയില്, അവിടെ 200 സംതിങ് 300 അങ്ങനെ ആയതേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് നമ്മൾ കാണണം. സൽമാൻ ആരാ അവിടുത്തെ. അതെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇത് വലിയ ഞാൻ ഈ ഇടയ്ക്ക് ഇന്നലെ ആക്ച്വലി തൃശ്ശൂര് രാഗത്തില് ഒരു ടിക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. എന്റെ ലൈഫിൽ ഞാൻ ഇടികൊണ്ട് ടിക്കറ്റ് എടുക്കുന്നത് ദൃശ്യത്തിന് ഞാൻ ഇതേ പറഞ്ഞ രാഗം തിയേറ്ററിൽ തൃശ്ശൂർ രാഗത്തില് ഞാൻ 6 മണിക്കൂർ 5 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 5 മണിക്കൂർ വെയിലത്ത് നിന്നിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൃശ്യം ഇറങ്ങിയ സമയത്ത് അത് ഞാൻ ഇറങ്ങിയ സമയത്ത് ഈ ദൃശ്യം വന്നു, നോർമലായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനൊരു അഭിപ്രായം കൊണ്ടുവന്നു. ഒന്നാമത്തെ ഷോ കഴിഞ്ഞപ്പോൾ ഇതിന് അഭിപ്രായം വന്നിട്ട് ഓഫീസിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇരിക്കാൻ വയ്യ എന്ന് മീൻസ് എല്ലാരും വന്ന് ചോദിക്കും ദൃശ്യം കണ്ടോ. ആരും ഒന്നും പറയുന്നില്ല. അന്നത്തെ ഇതില് അതിനൊരു ഹൈപ്പില്ലാത്തൊരു പടമില്ലായിരുന്നു, ഒന്നും ഒരു സംഭവവും ഇല്ലാതെ ഇറങ്ങിയ പടം. ചുമ്മാ ഇറങ്ങിയിട്ട് കൊളുത്തി. എന്നിട്ട് രാവിലെ ഞങ്ങള് ഇപ്പൊ ഈ വീക്കെൻഡ് ഞങ്ങള് തിയേറ്ററിൽ പോകുന്നൊരു പരിപാടിയുണ്ട്. അപ്പം വന്നോ ഇങ്ങനെ എല്ലാവരും കണ്ടോ എന്ന് ചോദിച്ചിട്ട് അന്ന് പിന്നെ ദൃശ്യത്തിന് പോകാന്ന് പറഞ്ഞിട്ട് രാവിലത്തെ ഷോയ്ക്ക് ഞങ്ങൾ ഇറങ്ങി. രാവിലത്തെ ഷോയ്ക്ക് രാവിലത്തെ അല്ല, ഉച്ചയ്ക്ക് 12 മണിക്ക് ഷോ ഉണ്ട്. ആ 12 മണിക്ക് ഷോയ്ക്ക് പോകാനായിട്ട് അവിടുത്തെ ഷോ എന്ന് പറഞ്ഞാൽ 9, 12, 3, 6, 9 അങ്ങനെയാണ് ഷോ. അപ്പം 12 മണിക്ക് ഷോയ്ക്ക് പോകാനായിട്ട് പോയിട്ട് അവിടെ ചെന്നപ്പം അവിടെ നിൽക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ ചെന്നത് ഒരു 10:30 മറ്റോ, 9 മണിക്കുള്ള ഷോ കഴിഞ്ഞ് 10:30 എന്നിട്ട് നേരത്തെ ടിക്കറ്റ് എടുക്കാം, റൗണ്ടിലൊന്ന് കറങ്ങിയിട്ട് കയറാന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് ടിക്കറ്റ് അവിടെ ഭയങ്കര തിരക്ക്. അപ്പോൾ ഞങ്ങൾ പതുക്കെ അതിനകത്ത് നൈസായിട്ട് കയറി നിന്ന് 12 മണിക്കത്തെ ഷോ ടിക്കറ്റ് അപ്പോഴത്തേക്ക് അത് കിട്ടത്തില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. ഞങ്ങൾ 100 റൗണ്ടും കൂടെ കറങ്ങി വന്നിട്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തു. അങ്ങനെ 12 മണിക്കത്തെ ഷോ തുടങ്ങി. 12:30 ആയപ്പോൾ വീണ്ടും വന്ന് ഞങ്ങൾ അവിടെ നിന്നിട്ട് പതുക്കെ ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ ചെന്നു. 2 ഫ്രണ്ട്സ് പുറയില്ല അവർ. എന്നിട്ട് ഇത് 3 മണിക്കത്തെ ഷോ ബാക്കിയുള്ളവർ ഇറങ്ങുന്നു. സെക്യൂരിറ്റി ആദ്യമേ ഈ കഥ ഗേറ്റ് അങ്ങോട്ട് ചാഞ്ഞ് കിടക്കുക, ഈ ഇടി കാരണം ഭയങ്കര. എന്നിട്ട് ഈ ഗേറ്റ് ആദ്യമേ 2-3 സെക്യൂരിറ്റി വന്നിട്ട് തെള്ളും നമ്മളെ നേരെ തുറക്കാൻ പറ്റത്തുള്ളൂ. ഗേറ്റ് തെള്ളിയിട്ട് കുറ്റിയെടുത്ത് സെക്യൂരിറ്റി ഒക്കെ ജീവനം കൊണ്ട് ഓടിയേ. ഞാൻ ആ നടുക്ക് നിൽക്കാം, ഞാൻ ആ കറങ്ങി ഒരു പോകും. ഞാൻ മേടിച്ച് ഞാൻ വീണ് ചത്തുന്നു. അവിടെ വീണ് കഴിഞ്ഞാൽ തീർന്നു, ചവിട്ടുകൊണ്ട് ചാവും.
എന്നിട്ട് ഓടിച്ചെന്ന് എങ്ങനെയോ വീഴാതെ ഓടിച്ചെന്നിട്ട് അതിങ്ങനെ കറങ്ങി കയറണം വിശ്വരാഗത്തിൽ ഓടിച്ചെന്നിട്ട് അറ്റത്ത് പിടിച്ച് അപ്പോഴത്തേക്ക് ഈ മറ്റേ ഈ സിനിമയിൽ ഈ കാർട്ടൂണിലൊക്കെ കാണത്തില്ലേ കാട്ടുപോത്തൊക്കെ വന്നിട്ട് ഇടിച്ചിടിച്ച് തെറിച്ച് പോകാം അതേപോലെ ആൾക്കാർ വന്നിട്ട് ഈ കയ്യിൽ ഇടിച്ചിടിച്ച് തെറിച്ചു പോവാം. ഞാൻ എങ്ങനെ കണ്ട് പിടിച്ച് അകത്ത് കയറി അകത്ത് ചെന്നപ്പം എന്റെ ഫ്രണ്ട്സ് രണ്ടുപേര് കുറെ ഒന്നവന്മാര് ഒന്നും രണ്ടും അവന്മാര് പിന്നെ ഇടയ്ക്കൊരു ചേട്ടൻ. അത് കഴിഞ്ഞ് ഞാൻ ഒരു കാര്യമില്ല അതെല്ലാം കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കാനായിട്ട് അകത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് എല്ലാം എടുത്ത് അകത്ത് നിന്ന് കഴിഞ്ഞപ്പം ഇരിക്കാൻ അന്ന് ബാക്കിലാണല്ലോ ഇരിക്കുന്നത് സെന്ററിലല്ല. അപ്പം ബാക്കിലത്തെ സീറ്റിൽ ഇങ്ങനെ തിരക്കി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇരിക്കും നമ്മുടെ എന്റെ റൂംമേറ്റ് പുള്ളിക്കാരൻ നേരത്തെ അവിടെ കണ്ട ടിക്കറ്റ് ഒപ്പിച്ചു പുള്ളി പറഞ്ഞാൽ മതിയായിരുന്നില്ല എന്തിനാ ടിക്കറ്റ് ഇടി ഉണ്ടായിരുന്നു. ലൈവ് ടിക്കറ്റ് എടുത്ത് ബുക്ക് മൈ ഷോ ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ഇല്ലില്ല അങ്ങനെ ബുക്ക് മൈ ഷോ ഒന്നും ഇല്ലല്ലോ. അന്ന് എനിക്ക് തോന്നുന്നു ടിക്കറ്റുകാരെ തിയേറ്ററുകാരെ അങ്ങനെ കണ്ട ഈ അറിയാവുന്ന ഫ്രണ്ട്സ് അങ്ങനെ കണക്ഷൻ ഉപയോഗിച്ചിട്ടാണ് പുള്ളി ടിക്കറ്റ് എടുത്തത്. പക്ഷെ അങ്ങനെ കിട്ടുമായിരുന്നു അറിയത്തില്ലല്ലോ. അന്നാണ് ഇതേപോലെ ഒരു ഇടി ഞാൻ രാഗത്തിൽ കാണുന്നത്. ഞാൻ ഒരു ഇടി കണ്ടെന്ന് പറഞ്ഞാൽ ക്ലാസ്മേറ്റ്സിന് അന്നത്തെ അവര് പിന്നെ നമ്മളെ ഇടിക്ക് അങ്ങനെ പോയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ നാളത്തേക്ക് നമ്മള് അങ്ങനെ ഭീകര സംഭവമൊന്നുമില്ല. പിന്നെ വന്നത് ഭീകരം എന്ന് പറഞ്ഞാൽ പുലിപുരികനായിരുന്നു. പുലിപുരൻ ഞാൻ ഫസ്റ്റേ പോയില്ല, നമ്മുടെ അഭിപ്രായമൊക്കെ കേട്ടിട്ട് പോലൊന്നും. പിന്നെ ലാസ്റ്റ് 4 വർഷത്തു നിന്ന് ആൾക്കാർ കൊണ്ടുവന്നു. അത് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് കാണാം. അങ്ങനെ സെക്കൻഡ് ചോദിക്കും പിന്നെ ഫാമിലി ഫുള്ളാണ്ടാവും. എനിക്ക് ഞാൻ ടിക്കറ്റ് എടുക്കാതെ തിരിച്ചു വന്നിട്ടുള്ള ഒറ്റപ്പെടയുള്ളൂ രാമലീല. അത് ഈ മറ്റേ ദിലീപിന്റെ പ്രശ്നമൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ട് കുറെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ റിലീസ് ചെയ്തു പോസ്റ്റേഴ്സ്. അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത് ഭയങ്കര ഹൈപ്പായിരുന്നു, ഭയങ്കര തിരക്കുമായിരുന്നു. അത്യാവശ്യം നല്ല പടവുമായിരുന്നു. അത് കാരണം തിരക്ക് കാരണം അതായിരുന്നു എനിക്ക് തോന്നുന്നു ദിലീപിന്റെ അവസാന ഹിറ്റ് പോലത്തെ. ഇത് വന്ന് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ അവസാനം ഇതുവരെ ഒരു പടത്തിന് മാത്രമേ ടിക്കറ്റ് കിട്ടാതെ അത് ആ പടത്തിന്. അത് 3 തിയേറ്ററിലും കണ്ട് ഒരു ഷോ ഉണ്ടായിരുന്നു. 3 പോയിട്ടിരിക്കും അത്രയ്ക്ക് തിരക്ക്. പിന്നെ അടുത്ത ആഴ്ച കണ്ട ഞാൻ പടം കണ്ടു. പക്ഷെ ഈ നമ്മുടെ ലൈഫില് നമ്മൾ ഇടികൊണ്ട പടങ്ങളെല്ലാം ഈ മോഹൻലാൽ പടങ്ങൾ, ആറാം തമ്പുരാൻ, നരസിംഹം, ഹരികൃഷ്ണൻ ഓർമ്മയുണ്ടോ? നമ്മള് വണ്ടിയൊക്കെ മാറ്റിയിട്ടിട്ട് എവിടെ കടന്നു അച്ഛനൊക്കെ മുകളിലേക്ക് പിന്നെ എന്താ ഇത് നമ്മുടെ തിയേറ്ററിലെ ഓണറിനെ പപ്പായ്ക്ക് അറിയാവുന്ന വിളിച്ച് ചോദിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കൊച്ചുനാളത്തെ ഭയങ്കര ഓർമ്മയാണ്. മോഹൻലാൽ പടങ്ങൾക്ക് വേണ്ടി അത് ഈ ഫാമിലി അതാണ് ഈ പിള്ളേര് കടന്നിരിക്കുന്ന പോലെ ഫാമിലി സൈതം പോയി അങ്ങ് ഇടിക്കുക കാണാൻ തയ്യാറാണ് കിട്ടുമോ കാണാം. അതാണ് ആ ഒരു ഓളം സത്യം പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ടല്ലേ, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അതൊക്കെ രസമായിരുന്നു. അതെ അതിപ്പം പിന്നെ പക്ഷെ അത് പടം പറഞ്ഞു ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ബുക്ക് മൈ ഷോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ടിക്കറ്റ് വീട്ടിൽ ഇരുന്ന് റിസർവ് ചെയ്ത് പോവാം. ആ പഴയ ഓളമില്ല. എനിക്കിപ്പോഴും ഹരികൃഷ്ണൻസ് ആണെന്ന് തോന്നുന്നു അല്ലെ. നമ്മള് ടിക്കറ്റ് എടുത്തിട്ട് ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് കണ്ടു അല്ലെ, എക്സ്ട്രാ സീറ്റ് ഇട്ട് കണ്ടത്. അത് എനിക്ക് അവിടെ വെച്ചിട്ടാണ്. അപ്പൊ അന്ന് ഇതേപോലെ ടിക്കറ്റ് കിട്ടാനിട്ട് ഏറ്റവും അവസാനം പോയിട്ട് ഫാമിലി എല്ലാവരും ഇരുന്ന് നമ്മള് 3 പേര്. ആറാം തമ്പുരാന് നമ്മളെല്ലാം കൂടെ പോയത് കാരണം എന്ന് വെച്ചാല് നിങ്ങളെല്ലാം ഒരിടത്തായി, ഞാനൊരു കോർണറിലായി പോയി, പല സീറ്റുകൾ നമുക്ക് കിട്ടിയത്. അന്നൊരു അടിയൊക്കെ ഉണ്ടായി തിയേറ്ററിനകത്ത്. എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ സംഭവം ഉണ്ട്. അങ്ങനെ അടിയൊക്കെ ഉണ്ടായി. അതൊക്കെ ഒരു നെസ്റ്റോളജി, നമ്മളൊക്കെ ഓർമ്മ ഈ പറഞ്ഞു പോയി കിടക്കുന്ന നെസ്റ്റോളജി. പക്ഷെ ഇത് എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് വെളിയിൽ നിന്ന് ഈ ബെഞ്ച് വരും. ബെഞ്ച് വരുമ്പോൾ 10 അതിന്റെ പുറകില് അതിനകത്ത് തൂങ്ങിയൊക്കെ പോകും. എന്നിട്ട് ഇങ്ങനെ കൊണ്ടിട്ട് പരിപാടിയൊക്കെ നടക്കുമല്ലോ, എക്സ്ട്രാ കസേര ഇട്ടിട്ട് ഷോ കാണിക്കും. പക്ഷെ നമുക്ക് പരാതിയൊന്നുമില്ല, നമ്മൾ അതിനകത്ത് കയറി ഇരുന്ന് കാണുക എന്നുള്ളതേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ആ സിനിമയോട് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ എക്സ്ട്രാ കസേര ഇട്ടാകുമ്പോൾ നമ്മൾ ഓടിക്കാൻ മതി. എന്നുവെച്ചാൽ അത്രയ്ക്ക് അത് പിന്നെ സീറ്റിനനുസരിച്ചുള്ള ആളെ കേട്ടത്തുള്ളൂ. ഷോയുടെ എണ്ണം കൂടി. അന്ന് 4 ഷോ ഉള്ളായിരുന്നു, ഇപ്പൊ 6, 7, 13, 14 ഷോകൾ കളിക്കും. ഇത്രയും ഷോ അധികം കണ്ടത് ഞാൻ തമിഴ്നാട്ടിലുണ്ടപ്പം അവിടെ മായാദേവി അങ്ങനെ എന്തോ ഒരു തിയേറ്റർ കോംപ്ലക്സ് ഉണ്ട്. 13 തിയേറ്റർ അങ്ങനെ അവിടെ. അവിടെ ഒരു സമയത്ത് ഏതോ 13 തിയേറ്റർ ഉണ്ട് അവിടെ. തിയേറ്റർ കോംപ്ലക്സ് അത് അതിനകത്ത് 13 തിയേറ്റർ അങ്ങനെയാണ്. അവിടെ ഇതേപോലെ ഷോ കളിക്കുന്നത്. ഒരു ദിവസം 200 പേരാണ് ഷോ ഞാൻ കണ്ടു കളിക്കുക. അത്ര എന്താ പറഞ്ഞ ചുമ്മാ അല്ലല്ലോ അവിടെ ഇതിന് ഭയങ്കര ഇതല്ലയോ സിനിമയ്ക്ക് വേണ്ടി. സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റിലീസ് ചെയ്യുന്ന അതിനകത്ത് മായാദേവി അങ്ങനല്ല എന്തോ മായാവി അങ്ങനത്തെ ഒരു
ഒരു ഒരു ഇതാ ഇച്ചിരി ദൂരെയാണ്. പക്ഷെ ഇങ്ങനെ നമ്മുടെ ലിബർട്ടി വിഷൻ എന്നൊക്കെ പറഞ്ഞ ലിബർട്ടി ഗ്രൂപ്പ് അങ്ങനെ കുറെ ഇതുണ്ടല്ലോ. ആണോ അറിയത്തില്ല. പക്ഷെ ഇത് എന്താ പറയാ, പടം അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഈ 13 തിയേറ്ററിനകത്ത് പടം കളിക്കും. ഒരു പടം തന്നെ വേണമെങ്കിൽ കളിക്കാം. അത് വലിയ സ്ക്രീൻ ആയിരിക്കും അല്ലേ? വലിയ സ്ക്രീനും ഒരുപാട് ആൾക്കാരും കയറും. വലിയ ക്ലാസ് തിയേറ്റർ പോലത്തെ അല്ലേ? മൊത്തം സ്ക്രീൻ മൾട്ടിപ്ലക്സ് അല്ല, അല്ലാത്ത മൾട്ടിപ്ലക്സിനകത്തൊക്കെ വെച്ചാൽ ഇന്ന ഇത്ര ഒരു തൃശ്ശൂർ രാഗത്തിനകത്ത് 700 വനിതാ വിനീതൊക്കെ 1000 സീറ്റ് ഉള്ളതാ, വലിയ ഹ്യൂജ് കപ്പാസിറ്റി ഉള്ള സീറ്റുകൾ. അത് പക്ഷെ ഒരെണ്ണം അല്ല ഉള്ളൂ, മൾട്ടിപ്ലക്സ് അല്ലല്ലോ, ക്ലാസ് തിയേറ്ററുകളല്ല. ഇത് 13 ഈ ഒരു വട്ടത്തിലും കണ്ടായിരിക്കുന്നത്. എല്ലാം എങ്ങനെ നോക്കിയാലും തിയേറ്ററാ, ഫുള്ള് തിയേറ്റർ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മായാദേവി അങ്ങനെ കണ്ടു, ഞാൻ ഓർക്കുന്നില്ല എന്റെ പേര്. ചെന്നൈയിലെ ഔട്ട്സ്കേർട്സിലെല്ലാം കണ്ടാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു റിലീസുള്ള ദിവസം അതിനകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമ ഇങ്ങനെ കളിച്ചോണ്ടേ ഇരിക്കും. എപ്പോഴും ഏത് ടൈം വേണമെങ്കിലും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സിനിമ കാണാം. അതും ടിക്കറ്റ് കിട്ടും. അതൊക്കെ അവർക്ക് നല്ല റവന്യൂ ഉണ്ടാക്കും, ഭയങ്കര റവന്യൂ. നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. പക്ഷെ ഒരു പടം വന്ന് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നഷ്ടമാണ്, അത് ഭയങ്കര നഷ്ടമായിരിക്കും. ഒരു പടം വന്ന് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രിയിൽ ഇഷ്ടംപോലെ പടങ്ങൾ വരുന്നുണ്ടല്ലോ. നമ്മളെക്കാളും വലിയ ഇൻഡസ്ട്രി ഇല്ലേ? നമ്മുടെ ആണെങ്കിൽ കൊച്ചു കൊച്ചു പടങ്ങള്. ഇപ്പൊ ഈ കൊറോണ കഴിഞ്ഞപ്പോ തൊട്ട് നമ്മൾ ഭയങ്കര ചൂസി ആയിപ്പോയി. നമ്മള് നല്ല പടങ്ങളെ കയറത്തുള്ളൂ. അല്ല മറ്റേ ആണെങ്കിൽ എല്ലാ പടങ്ങളും കാണാനും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ വേറൊരിതുണ്ട്, അതായത് ഈ ഒരു കുടുംബം ഫുള്ളായിട്ട് സിനിമ കാണാൻ പോകണമെങ്കിൽ ഇപ്പൊ 1500 രൂപ വേണം. ബഡ്ജറ്റ് 1000 രൂപ 1500 രൂപ. പിന്നെ ആർക്കും സമയമില്ല നല്ല സിനിമയ്ക്ക് തലവെക്കാനാണെങ്കിൽ. അതെ, അപ്പൊ ഈ തിയേറ്ററുകാർ കിടന്ന് അടി ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നല്ല പടങ്ങളുണ്ട്. ഈ ഒരു റെസ്പോൺസ് കണ്ടില്ല, അവര് തന്നെ ഭയങ്കര കൊണ്ട് ഞങ്ങൾ ഒരു ബുക്ക് ചെയ്തു. സുരേഷ് ബാബു അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞിട്ടില്ലേ? ആണോ? പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. പൂരമാണ് 27-ാം തീയതി കൊണ്ടുവന്ന് മറ്റേ സമരം വെക്കായിരുന്ന മനുഷ്യനാണ്. എന്തോ പറയാനാ, ഇതെല്ലാം കളയാം. എമ്പുരാൻ ട്രെയിലർ ഒരു രക്ഷയിലായി. എന്താ പറഞ്ഞ, ഈ പറഞ്ഞ പോലെ ആദ്യ അവസാനം കണ്ടിട്ടും ഒരു ഐഡിയ കിട്ടില്ല കഥയെ കുറിച്ച്. എന്നാ അത് കണ്ടിട്ട് കാണണം എന്നുള്ള ഒരു കാര്യം. നമ്മള് ലൂസിഫർ എന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും ഇന്നൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. എമ്പുരാന്റെ ട്രെയിലർ കണ്ടാ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഖുറേഷിയുടെ വേൾഡ്, ഖുറേഷി എവിടെയൊക്കെ സഞ്ചരിക്കുന്നു, ഖുറേഷി ആരുമൊക്കെ ആയിട്ടാണ് റിബലാവുന്നത്. ഒരു വില്ലനുണ്ട്, ഒരു ഡ്രാഗൺ. അതാരാണെന്നുള്ള കൺഫ്യൂഷനാണ് നമ്മളിപ്പോ ഇല്ലേ? അതൊരാളെ കാണിച്ചിട്ടുണ്ട്, ആരാന്ന അല്ലെന്ന് ഇപ്പം പൃഥ്വിരാജ് പറഞ്ഞു. അല്ലെന്ന് പറഞ്ഞു. ഫഹദ് ഫാസിലല്ല, മമ്മൂട്ടി ഇല്ലാന്ന് ഉറപ്പിച്ചു. മമ്മൂട്ടി ഇല്ലാന്ന് പറഞ്ഞു. മമ്മൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ എല്ലാരും ഇങ്ങനെ പറഞ്ഞോണ്ടിരിപ്പുണ്ട്. മമ്മൂട്ടി ഇല്ലെന്നാണ് പറയുന്നത്. മമ്മൂട്ടി വേണമായിരുന്നു എനിക്ക്. പക്ഷെ വേറൊരുതുണ്ട്, ഇവര് മലയാളത്തിന്റെ പടമായിട്ടല്ലല്ലോ എടുക്കുന്നത്. അല്ല, അതാ ഞാൻ പറയുന്നത്. എനിക്ക് മമ്മൂട്ടിയെ കൊണ്ടുവരാൻ ചാൻസ് വളരെ കുറവാണ്. നമുക്ക് കേരളത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ ഓക്കെ, മമ്മൂട്ടിയെ കൊണ്ടുവന്ന. പക്ഷെ ഇതൊരു വീഡിയോ കണ്ടു, ഇവരെ രണ്ടുപേരും കൂടെ വെച്ചിട്ട് പടം ചെയ്യണമെന്നോ അങ്ങനെ പണ്ടത്തെ ഒരു പടം എന്തോ ഇതിന്റെ ഇന്റർവ്യൂ കണ്ടു. ഈ എമ്പുരാനൊക്കെ ലൂസിഫർക്ക് ആലോചിക്കുന്ന സമയത്തുള്ള ഒരു ഇതില് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് മലയാളത്തിലെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നവരെ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു പടം ചെയ്യണമെന്നൊക്കെയാണ് എന്റെ ആഗ്രഹം. പൃഥ്വിരാജ് പണ്ടൊരു ഇന്റർവ്യൂല് അതിന്റെ ഇതാണ് ലൂസിഫർ ഉണ്ടെന്നല്ല പറഞ്ഞത്. അന്ന് ഡിസ്കസ് ചെയ്യുന്ന ആ ഇന്റർവ്യൂവിനകത്ത്, അതിന് മുമ്പുള്ള ഇന്റർവ്യൂ ആ ടൈമിൽ ആ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് 2013 14 ഡിസ്കഷൻ നടക്കുന്നില്ല. അപ്പൊ ആ ടൈമില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മളിപ്പോ കണക്ട് ചെയ്യുന്ന ഈ പടത്തിലാണ്. പിന്നെ ഈ പൃഥ്വിരാജ് പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ 3 പടത്തിലും സ്റ്റീഫൻ അല്ലെങ്കിൽ ഈ ലൂസിഫർ എന്ന് പറയുന്ന ആള് എബ്രാം ഖുറൈശി പുള്ളിക്കാരൻ കൺട്രോളിലല്ലാതെ വരുന്നത് ഈ ഒരു പടത്തിലാണ്. കൺട്രോളിലല്ലാതെ, അതായത് ഈവൻ മറ്റേ ലൂസിഫറിനകത്താണെങ്കിലും മോഹൻലാല് സ്റ്റീഫൻ ജയിലിൽ പോകുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് അറിയാം ഇത്രയൊക്കെ ഉള്ളൂ. അവിടെ തന്നെ ഫോണ് കിട്ടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ലൂസിഫറിൽ എന്താ പറഞ്ഞ പുള്ളിയാണ് കൺട്രോളില്. പുള്ളി അവിടെ നിന്ന് തന്നെ പുള്ളിക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം. എന്നുവെച്ചാൽ പുള്ളി പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. ഇതുപോലത്തെ സാധനങ്ങൾ പെട്ടുപോയി അത് പുള്ളിക്ക് അതൊന്നും വിഷയമല്ല. പക്ഷേ ഇതില് പുള്ളിയുടെ കൺട്രോളിലല്ലാതെ കാര്യങ്ങൾ വരുന്നു.
അപ്പൊ ഭയങ്കര ത്രെട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെ അതെ. മേ ബി ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നതായിരിക്കും, പുള്ളിക്ക് കൺട്രോൾ ചെയ്യാതെ ഒരു എന്താ പറയുക ഒരു തകർന്ന ഒരവസ്ഥയിലോട്ടോ. ഞാൻ പറയാം. അപ്പോൾ ഒരു കാര്യം അതിൽ ട്രെയിലറിൽ കണ്ട ഒരു സാധനം വെച്ചിട്ട് ഞാൻ പറയാം. എമ്പുരാനകത്ത് ട്രെയിലറിനകത്ത് ആ ഖുറേഷിയുടെ കൈ കിടക്കുന്ന റിംഗ് ഇങ്ങനെ എറിയുന്ന ഒരു സീനുണ്ട്. ഓക്കെ, നമ്മൾ കാണിക്കുന്നത് ക്ലോസപ്പിൽ കാണിക്കുന്നത്. ഈ റിങ്ങിനെ നമ്മൾ സിംബലൈസ് ചെയ്യുന്നത് ഇലുമിനാറ്റി സിംബൽസ്, സിക്കാഡ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തിയറികളുള്ള സാധനങ്ങളാണ്. ഇതൊരു സംഘടനയുടെ സിംബലായിരിക്കും, ആ സംഘടനയിലുള്ള ആൾക്കാരുടെ ഐഡന്റിറ്റിയാണ് ഈ മോതിരം എന്നാണ് നമ്മളെല്ലാവരും ഇതുവരെ കരുതിയിരിക്കുന്നത്, നമ്മുടെ കോൺസ്പിറസി തിയറി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ. അപ്പൊ ഈ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഖുറേഷി ബാക്കിയുള്ളവർക്കെല്ലാം ഒരു തലവേദനയാണെന്നുള്ളത്. ഈ എന്താ ടെററിസ്റ്റ് ഗ്രൂപ്പിനും ഡ്രഗ്സ് ഗ്രൂപ്പിനും ഒരു തലവേദനയാണ് ഖുറേഷി എന്ന് പറയുന്നത്. അപ്പൊ ഖുറേഷി ഇതിലൊന്നും ഇങ്ങനെയുള്ള ഡീലുകൾക്കൊന്നും അങ്ങനെ താല്പര്യമില്ല. നാർക്കോട്ടിക്സ് ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്ന പോലെ തന്നെ ഖുറേഷിക്ക് ഇതിന് താല്പര്യമില്ല. അപ്പൊ ഈ സംഘടനയുള്ളവർക്ക് ഈ പരിപാടികളൊക്കെ ഉണ്ട്. കബൂക ഗ്യാങ്ങിനൊക്കെ ഉണ്ട്. കബൂകയൊക്കെ ആയിരിക്കും മോഹൻലാലിനെ ഇതാക്കുന്നത്. അപ്പൊ ഈ സംഘടന പൊളിയാൻ ഇല്ല, അങ്ങനെ അതിനകത്തുനിന്ന് റിബലാവുമായിരിക്കും. അപ്പൊ ഇവരെല്ലാം എതിർക്കുക. അതിന്റെ ഒരു സിംബലൈസേഷൻ ആയിരിക്കും മോതിരം എടുത്ത് കളയുന്നത് എനിക്ക് തോന്നുന്നു. ആ ഒരു വലിയ വാറ് ഇവരുമായിട്ടായിരിക്കും. ഓക്കെ ഓക്കെ, അങ്ങനെ എനിക്ക് തോന്നുന്നു. അതിന് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് എന്തായാലും ഉണ്ടാവും, 100% ഉണ്ടാവും. ട്രെയിലറിൽ നിന്ന് എനിക്ക് അത് തന്നെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ വിളിച്ചു പറഞ്ഞോ എൻ ദിസ് വാർ എന്ന് പറയുന്നുണ്ടല്ലോ. വി ഷുഡ് എൻഡ് ദിസ് വാർ. അതുമല്ല, എനിക്ക് ടീസറിലാന്ന് തോന്നുന്നു കബൂക ആൻഡ് ഖുറേഷി, അബ്രാം ഖുറേഷി ഇത് ഒരേ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവരൊരു മിലിറ്ററി ഇതാന്ന് തോന്നുന്നു അല്ലേ? അതെ, മിലിറ്ററിയോ അവിടുത്തെ പോലീസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ എന്തോ ആണ്. ഇല്ലെങ്കിൽ പറയുന്ന നമ്മുടെ ഇതുണ്ടല്ലോ, മിലിറ്ററിയുടെ അണ്ടർ കവർ സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ പറയുന്ന ഇവർക്ക് വേണ്ടി ഇവരെ ഫോളോ ചെയ്യുന്ന ഇതില്ലാതെ പിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു ടീമൊക്കെ എന്നൊക്കെ പറയുന്ന കണക്ക്. അതേപോലെ എന്തെങ്കിലും അബ്രാം ഖുറേഷി ടീമിനെ പിടിക്കാൻ വരുന്നവരായിരിക്കാം. പക്ഷെ അതിനകത്ത് എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്, എബ്രാം ഖുറേഷി എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ അവരുടെ ടീം ഈ കാർട്ടൽസിനെതിരെയാണ്, അതായത് ഈ ഡ്രഗ് കാർട്ടൽസിന് എതിരെയാണെന്നിരിക്കെ ഇവരെന്തിനാണ് പിടിക്കാൻ വരുന്നത്? അതെ, നമ്മുടെ ആ പെണ്ണ് തന്നെ മറ്റേ ലങ്ങാരെ കൂട്ടി കാണും, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ ആളെ കൊണ്ട്. അവർ രണ്ടുപേരും കൂടെ, അപ്പൊ അവർ രണ്ടുപേരും ലിങ്ക് ആയിരിക്കും. ഇങ്ങാരായിരിക്കും അതിന്റെ സുപ്പീരിയർ ഓഫീസർ, ഈ പെണ്ണ് അതിന്റെ ഏജന്റുകളായിരിക്കും. അങ്ങനെ തന്നെ പറയുന്നുണ്ട് എനിമീസ് ഫ്രണ്ട് എന്നുള്ളത്. അപ്പൊ ഖുറേഷി ആയിരിക്കും പറയുന്നത്, ഖുറേഷി എനിമി ആയിരിക്കും, അവരുടെ കണ്ണിൽ എനിമി ആയിരിക്കും, പക്ഷെ അയാളുടെ ഒരു ഫ്രണ്ടുമാണ്. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടി ഖുറേഷി എന്തെങ്കിലും നന്മകൾ ചെയ്തിരിക്കാം. അല്ല, എനിമി ഓഫ് ആൻ എനിമി ഈസ് എ ഫ്രണ്ട്. അതായത് എനിമിയുടെ എനിമി ഈ പുള്ളി മറ്റേ കബൂകയുടെ ഒക്കെ എനിമി ആയിരിക്കും. ഖുറേഷി എന്ന് പറഞ്ഞ എനിമിയാണ്. അപ്പൊ ഇവര് തമ്മിൽ ഫ്രണ്ട്സ് ആവാനാണോ? അതെ, ഇവര് ഖുറേഷിയായിട്ട് ഫ്രണ്ടാണോ അതോ മറ്റേ കബൂകയായിട്ട് ഫ്രണ്ടാണോ? കബൂകയായിട്ട് പുള്ളിക്കാരൻ തോന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ കബൂക ആ ടീമുമായിട്ട് ഈ കോൺഫ്ലിക്റ്റ് നടന്നതിന് ശേഷം മേ ബി ഞാൻ പറയാണ്, മേ ബി ഇത് ഈ കബൂക അങ്ങനെയുള്ള ബാക്കിയുള്ള ടീമുകളുണ്ടല്ലോ, മേ ബി അവിടുത്തെ ഏറ്റവും വലിയ ഈ പറഞ്ഞ പോലെ സൈന്യത്തെയോ അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഇതുമായിരിക്കും ഇവരുടെ അണ്ടർഗ്രൗണ്ട് പരിപാടിയായിരിക്കും ഇത്, ഡ്രഗ് കാര്യങ്ങൾ. ഓക്കെ, ത്രെട്ട് വരുന്നത്. അപ്പോ ഈ ഖുറേഷി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പവർ ഇല്ല അവിടെ. പുള്ളിക്കാരൻ ഇവിടെ കേരളത്തിൽ ഒരു MLA ആണെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ആർക്കും ഒന്നും അറിയത്തില്ല. അപ്പൊ പുള്ളി അവിടെ ഒരു ഇത് മാത്രം എന്താ പറഞ്ഞ അവിടുത്തെ ഈ ഇതിലെല്ലാം ഉണ്ടെങ്കിലും പുള്ളിക്കെല്ലാം നടക്കുമെങ്കിലും പുള്ളിക്ക് പവർ ഇല്ല. അതായത് മറ്റേ പവർ ഇല്ല, ഏതാ പൊളിറ്റിക്കൽ പവർ ഇല്ല അവിടെ. അപ്പോ ഇവർക്കെതിരെ ഈ മോതിരവും എറിഞ്ഞ് ഇവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പുള്ളി ഇറങ്ങി പോയിരുന്നു. അതിനുശേഷം ഇവർക്കെതിരെ പോകുമ്പോൾ ഇയാളൊരു ത്രെട്ട്, ഈ എന്താ പറയുക ലൂസിഫർ അല്ലെങ്കിൽ ഖുറേഷി ഒരു ത്രെട്ടാണെന്ന് അവര് വരുത്തിയിരിക്കുകയും അങ്ങനെ ചിലപ്പോ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുമായിരിക്കും ചിലപ്പോ. ഖുറേഷി ശരിക്കും ഒരു എനിമിയാണ്, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവനാണ്, ഖുറേഷിയാണ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാരും ഖുറേഷിക്കെതിരെ തിരിക്കുന്ന. അതെ, അപ്പൊ വലിയ വാർ നമുക്ക് കാണേണ്ടി വരും. അതെ, എല്ലാരും തിരിയുന്നു, ഫൈറ്റ് ചെയ്യുന്നു. പിന്നെ എനിക്ക് ഇവിടുത്തെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ASM പാർട്ടി ഉണ്ടല്ലോ, ASM പാർട്ടി, അത് എനിക്ക് തോന്നിയത് എന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് അഖണ്ഡ ശക്തി മോർച്ച, ആ പാർട്ടി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയില് നോർത്ത് ഇന്ത്യ പോലെ കാണിക്കുന്ന, പക്ഷെ അവര് മലയാളത്തിലാ. പക്ഷെ എനിക്കൊന്ന് പഴയതാണ്. അപ്പൊ അല്ല, പഴയ ഒരു ഇത് ഏതാണെന്ന് തോന്നുന്നു. അതായത് നോർത്ത് ഇന്ത്യയില് ഈ ASM എന്ന് പറയുന്ന പാർട്ടി
ഒരു ലഹള ഉണ്ടാക്കുന്നു. ആ, പാർട്ടി ആ, അല്ലെങ്കിൽ മറ്റേ വേറെ നമ്മുടെ തോക്ക്. പണ്ട് നടന്ന പരിപാടിയായിട്ട് നടക്കാൻ അയാള് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിനകത്ത് ഈ സയ്യിദ് മൻസൂദിന്റെ ഫാമിലി അഫക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റീഫൻ ഈ പുള്ളിക്കാരനെ ഏറ്റെടുക്കുകയും പുള്ളിയുടെ കൂട്ടത്തിൽ ചേരുകയും പിന്നെ അങ്ങോട്ട് പോകുന്നു. പിന്നെ കഥ പറയുന്നുണ്ടല്ലോ, ഒരു നമ്മളെ ആൾക്കാർ ഡിസ്കഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, അന്നില്ല ബോബി പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇവിടെ ഈ സ്ട്രീറ്റിലൊക്കെ ഗോൾഡ് വിറ്റ് നടന്ന നമുക്കറിയാം ഖുറേഷിയെ പണ്ട്. അപ്പം മസൂദ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഈ സയ്യിദ് മസൂദിന്റെ അച്ഛൻ, പുള്ളിയുടെ കൂട്ടത്തില് ഈ ബിസിനസ് ചെയ്യുന്ന വന്നതാ ഈ ഇത് ഖുറേഷി വന്നതാ. സ്റ്റീഫൻ അല്ല പറയുന്നില്ല, ഇത് ഇവിടെ ഡിസ്കഷൻ ചെയ്തതാ, ഇങ്ങനെ കഥ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ വരാറുണ്ട് ഇങ്ങനെ കഥ, നമ്മുടെ ഒരു എക്സ്പ്ലനേഷൻ വന്നതാ ഇങ്ങനെ. അങ്ങനെ വന്ന അപ്പോഴത്തേക്ക് ഖുറേഷിയുടെ അല്ല മസൂദിന്റെ ഇതുപോലത്തെ ത്രെട്ടുകൾ വരുന്നു. അപ്പോഴത്തേക്ക് ഖുറേഷി അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു ഇത്. പിന്നെ ഇങ്ങാരുടെ ബിസിനസ് ഖുറേഷി ഏറ്റെടുക്കുന്നു. അങ്ങനെ വലിയ ഇത് ഗോൾഡിന്റെ ആളായി മാറുന്നു. ഗോൾഡ് അല്ലേ ഈ പറയുന്നത്, ഖുറേഷിയുടെ ഡീൽ ഗോൾഡാ. മേ ബി ഈ മുരളി ഗോപി സ്ക്രിപ്റ്റ് റൈറ്റർ ആയതുകൊണ്ട് തന്നെ മേ ബി ഒരു എന്താ പറഞ്ഞ റിലീജിയസ് കോൺഫ്ലിക്റ്റ് അവിടെ അത് എഴുതാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സയ്യിദ് മസൂദിന്റെ ഫാമിലി ഇതായതെന്നോ അല്ലെങ്കിൽ ഖുറേഷിയുടെ കൂട്ടത്തിൽ ചേർന്നതെന്നോ എന്തെങ്കിലും എഴുതാൻ. അല്ല, കറണ്ട് സിനാരിയോ എല്ലാം അതിനകത്ത് വരുന്നു. ഇങ്ങനെ പറഞ്ഞു മുരളി ഗോപി വരുന്നുണ്ട്. കറണ്ട് സിനാരിയോ എന്ന് പറയുന്നത് ഈ 5 വർഷത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ലൂസിഫറിന് ശേഷമുള്ള. ഇപ്പൊ കോവിഡും അതും ഇതും ഒക്കെ വരും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചിലപ്പോ കാണുമായിരിക്കും. കറണ്ട് സിനാരിയോ എന്ന് പറയുമ്പോൾ അതൊക്കെ അത് ഈ കറണ്ട് സിനാരിയോ ആണോ ഇപ്പോഴത്തെ സിനാരിയോ ആണോ എനിക്കറിയില്ല. മേ ബി അപ്പൊ ഞാന് പറയുന്നത് വെച്ചാല് അവിടുത്തെ ഈ കോൺഫ്ലിക്റ്റിൽ ഇവര് കൂടെ ചേരുകയും അത് കഴിഞ്ഞിട്ട് ഈ ടൊവിനോയുടെ ക്യാരക്ടർ ഇവിടെ വന്ന് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരികയും രണ്ടാമത്തെ 5 വർഷത്തിനു ശേഷം രണ്ടാമതൊരു ഇലക്ഷൻ വരുമല്ലോ. ഇലക്ഷൻ വരുമ്പം ടൊവിനോയുടെ മേ ബി ക്യാരക്ടർ കൂടുതൽ ഇതാവാത്തതുകൊണ്ട് വേറൊരു പാർട്ടി ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യും. അതായത് സുരാജിന്റെ ASM ഇവിടെ കൊണ്ടുവരികയും ആ ASM കുറച്ചും കൂടെ ശക്തി പ്രാപിക്കും. അങ്ങനെ ഒരു സംഭവം വരികയും അങ്ങനെ എന്തൊരു പിന്നെ വേറൊരു സംഭവം ഉണ്ട്, മറ്റേ ഏതെങ്ങാണ്ട് ഡാം സംരക്ഷണ സമിതിയുടെ എന്തോ ഒരു അത് എനിക്കൊന്ന് പഴയ കാലഘട്ടമാണോ? അല്ലല്ല, അത് അച്ഛനും പ്രിയദർശിനിയുടെ ഫോട്ടോയെ മാത്രമേ കാണിക്കുന്നുള്ളൂ. പ്രിയദർശൻ പറഞ്ഞല്ലേ ആ യോഗത്തിന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേജിനകത്ത് ജസ്റ്റ് പ്രിയദർശിനിയുടെ ഫോട്ടോയുണ്ട്, അച്ഛന്റെ PKRന്റെ ഫോട്ടോയും അതിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ ഈ ജിതിൻ രാംദാസിന്റെ ഫോട്ടോയും ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി അത് അവിടെ ഒരു ലൂസ് ഇതുണ്ട്. നമുക്കാണെങ്കിൽ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ടൊവിനോ തോമസ് ആയിരിക്കും ഈ എപ്പിസോഡിലെ വില്ലൻ എന്നുള്ള രീതിയിലാണ്. കാരണം വെച്ചാൽ ഡയലോഗുകളൊക്കെ നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ നിന്നും ടൊവിനോ മാറി കളിക്കാൻ തുടങ്ങി. ടൊവിനോയുടെ ക്യാരക്ടർ ജതിൻ രാംദാസ് അങ്ങനെ ഒരു കളി തുടങ്ങി. അങ്ങനെ മറ്റേ പാർട്ടിയായിട്ട് ചേരാൻ സാധ്യതയുണ്ട്. ഈവൻ ഈ എന്താ പറയുക ഡ്രസ് കോഡ് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജിതിൻ രാംദാസ് ആദ്യം വൈറ്റ് ആണ്, സ്റ്റീഫനും വൈറ്റ് ആണ്. ഇപ്പോഴത്തെ ട്രെയിലർ നോക്കി കഴിഞ്ഞപ്പോ ആഷ് കളറാണ്. അപ്പൊ ഗ്രേ ഷെയ്ഡിലേക്ക് മാറുന്നു. അത് പോസിറ്റീവും പ്ലസ് ഈവൻ പഴയ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടല്ലോ, അത് വില്ലൻ നമ്മളെ വിവേക് ഒബ്രോയുടെ ക്യാരക്ടർ എന്തായിരുന്നു പേര്? ബോബിയുടെ സൂട്ടുകൾ നോക്കി കഴിഞ്ഞാൽ ഗ്രേ ഷെയ്ഡാണ്, ലൈറ്റ് ബ്ലൂ ഗ്രേയുടെ ഇതാണ്. അപ്പം പുള്ളി ആ ഒരു ഗ്രേ ഷെയ്ഡിൽ ചിന്തിക്കാൻ തുടങ്ങിയോണ്ടാണോ ആ ഡ്രസ് കോഡ് വന്നേക്കുന്നത്? പടത്തിൽ അതാണോ ഉദ്ദേശിക്കുന്നത് അറിയില്ല. ഇവൻ അവസാനം ലൂസിഫർ നോക്കുകയാണെങ്കിൽ തന്നെ അവസാനം മറ്റേ ഇത് കാണുന്നില്ല, ഫൈറ്റ് തുടങ്ങുമ്പോൾ മുതല് മോഹൻലാൽ അല്ലെങ്കിൽ ലൂസിഫർ ആയിട്ടാണ് ഫൈറ്റ് തുടങ്ങുന്നത്. റസ്താറ അതിന്റെ ഇടയ്ക്ക് അപ്പം തൊട്ട് ഡാർക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ആണ് ഇതിട്ടേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡ്രസ് കോഡ് പിടിച്ചിട്ടുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അതിന്റെ ക്യാരക്ടറിന്റെ ഒരു മാനറിസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അതെ എന്താണ് മനസ്സിൽ കൂടെ ഓടുന്നത് ഡ്രസ്സിലൂടെ ഡയറക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ മേ ബി ഇതിനകത്ത് ടൊവിനോ ഇട്ടേക്കുന്നെല്ലാം ഗ്രേ ഷെയ്ഡാണ്. അപ്പം പിന്നെ നമ്മള് ഡയലോഗ് വെച്ചാൽ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയത്. ദൈവപുത്രൻ തെറ്റ് ദൈവപുത്രത്തിന്റെയും ദൈവത്തിന്റെ പുത്രത്തിന്റെ ദൈവപുത്രൻ തെറ്റ് ചെയ്യുമ്പോൾ പാപം ചെയ്യുമ്പോൾ
പിന്നെ ലൂസിഫർ അല്ല അവതരിപ്പിച്ചത്. ചെകുത്താനെ അല്ല ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. അതും ഒരു ഡയലോഗ്. പിന്നെ മറ്റേ കറുത്ത പൂവിൽ നിന്നും ഉയർന്ന അല്ലല്ല അച്ഛൻ എന്താ പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ കറുത്ത പൂവ്. തമോഗോളങ്ങളുടെ അടിപൊളി. അതും ആ ബാക്ക്ഗ്രൗണ്ട് എന്നിട്ട് ആ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, പാട്ട് പാടിയത് എന്നാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അർജുൻ ശ്രീജിത്ത് എന്തോ അങ്ങനെ ഒരു പേര്, ആനന്ദ് ശ്രീജിത്തോ അങ്ങനെ പറയുന്ന ഒരു സിംഗറാണ് പാട്ട് പാടിയത്. എന്തൊരു ആ ഗ്രൗളിംഗ് സൗണ്ട്. ആദ്യം വിചാരിച്ച മുരളി ഗോപി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യമേ വിചാരിച്ചത് മുരളി ഗോപിയാണ്. മുരളി ഗോപിയുടെ അത് വീണ്ടും ഒന്നുകൂടെ കിട്ടും, ശരിയാണല്ലോ ഞാനും വിചാരിച്ചു ഓക്കെ മുരളി ഗോപിയാണ്. പിന്നെ എന്തോ റീല് വന്നപ്പോഴല്ലേ പിന്നെ ഇത് കോൺസെപ്റ്റ് വന്നത് ഇവര് അവതരിപ്പിച്ചു എന്നുള്ള അറിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ ഞെട്ടിയത് ശരിക്കും. അത് ഉഗ്ര സൗണ്ട്. എനിക്ക് അതും ഒരു പീക്കായിരിക്കും സംഭവം കേട്ടോ സിനിമയിൽ. ആ ഇൻട്രൊഡക്ഷൻ നമ്മുടെ PKR MLA ആയിട്ട് അവതരിപ്പിക്കുന്നു പറയാൻ നമ്മൾ പഴയ കഥയിൽ കേട്ടു, ഒരു ഒന്നും അറിയാത്ത എവിടുന്ന് ഒരുത്തിനെ കൊണ്ടുവന്ന് MLA ആയിട്ട് ആ സീനാണ് റീക്രിയേറ്റ് ചെയ്യാൻ പോവാ. എന്നുവെച്ചാൽ അതാണ് പ്രീക്കൽ സ്ഥാനത്തിന് സാധനങ്ങൾ വരുന്നത്. ഷാജോൺ കുട പിടിച്ചേക്കുന്നത് ഫ്ലാഷ് ബാക്ക് സാധനങ്ങൾ. പിന്നെ ഈ ചരിഞ്ഞ് കേറുന്നതൊക്കെ അതെല്ലാം അവിടെ ഈ എമ്പുരാൻ പാട്ട് വരുന്ന ഭയങ്കര പീക്കായിരിക്കും. അവിടെ ചാൻസ് ഉണ്ടോ അതിൽ അറിയത്തില്ല. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ വരുമോ? അവിടെ വരില്ല. അവിടെ വല്ല BGM ആയിരിക്കും, വല്ല ദീപക് ദേവിന്റെ ദീപക് ദേവ് പൊളി ചാടിക്കോ ട്രെയിലർ ഏതോ ഒരുത്തം പറയുന്നുണ്ട് BGM പോരാ, അവൻ പിടിച്ചൊരു അടി കൊടുക്കാനാണ്. എന്ത് കിടിലുണ്ട ചെയ്തേക്കുന്നത്. ഇന്റർനാഷണൽ ക്ലാസ് BGM, ക്ലാസ് എന്ന് വെച്ചാൽ പക്ക ക്ലാസ് BGM ആണ് കൊടുത്തത്. ഈ ട്രെയിലറിന് ഗോപി സുന്ദറിന്റെ തട്ടുപൊളിപ്പൻ സാധനമൊന്നും അല്ല, കീട്ടിലെ സാധനമാണ്. ഈ ദീപക് ദേവിനെ ഞാൻ കുറെ നാളായിട്ട് ഫോളോ ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ പുള്ളിയുടെ ഒരു മെലഡിയുടെ ആരാധകനാണ്. മെലഡി കിട്ടില്ല. പക്ഷെ അങ്ങനെ ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ ഓക്കെ ഭയങ്കര ഹിറ്റാണ്. എന്നാലും മെലഡി ദീപക് ദേവിന്റെ മെലഡി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പക്ഷെ ബീജം പല പടത്തിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് സത്യം പറഞ്ഞാൽ ലൂസിഫറിലെ ബീജം നന്നായിട്ട്. പുള്ളിയുടെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എപ്പോഴും പഠിച്ചോണ്ടിരിക്കണം. അതായത് പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ആദ്യമേ മറ്റേ ക്രോണിക് ബാച്ചിലുള്ള കണ്ടാന്ന് തോന്നുന്നു പുള്ളി ആദ്യമായിട്ട് വന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പം പുള്ളി ആ സമയത്ത് തന്നെ പുതിയ സൗണ്ട്, അതായത് ഒരു നമുക്ക് അതിന്റെ തന്നെ ശ്രദ്ധിച്ച് അന്ന് വരെ കേട്ടിട്ടില്ലാത്ത സൗണ്ടും അന്ന് വരെ കേട്ടിട്ടില്ലാത്ത എന്താ പറയുക പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് പുള്ളി ഉപയോഗിച്ചത്. കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ് പുള്ളി. മലയാളത്തിന്റെ മാറ്റം കൊണ്ടുവന്നത് പുള്ളിയായിരിക്കും. അതെ, പുള്ളി ഒരു ഒരു മൈൽ സ്റ്റോൺ ആണ്. പുള്ളി വന്നതിന് ശേഷം കുറെ ചേഞ്ച് വന്നിട്ടുണ്ട്. പുള്ളിയുടെ സ്റ്റുഡൻസുകളൊക്കെയാണ് സുശിശ്യാം. അപ്പം പുള്ളി അന്നോട്ടെ അത് സുശിശ്യാമിന്റെ പല ഇന്റർവ്യൂ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സുശിശ്യാം പറയുന്നുണ്ട് പുള്ളി അന്നോട്ടെ ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യുന്നത് ഇതാണ്. അപ്പം ഇപ്പം തന്നെ പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ലണ്ടനിലോ മറ്റോ ആണ് ഇതിന്റെ BGM റെക്കോർഡ് ചെയ്തേക്കുന്നത്. അവിടുത്തെ ഏതോ ഒരു യൂണിവേഴ്സിറ്റി ഏതോ ഒരു മെലഡി എന്തോ ഒരു പരിപാടി ഉണ്ട്. അവിടെ ചെന്നിട്ട് ഒരു എന്താ പറഞ്ഞ കൺസെപ്റ്റ് എന്താ നടത്തുന്ന വലിയ ടീമായിട്ട് മറ്റേ ഹാർപ്പൊക്കെ വെച്ച് വായിക്കുന്നത്, വയലിനും ഹാർപ്പും ഒക്കെ വെച്ച് വായിക്കുന്നത്. ആ ടീമിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ ചെന്ന് അവിടെ നിന്നാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ക്വാളിറ്റി എന്തായാലും കാണുമല്ലോ. ഇവിടുന്ന് നോട്ട്സ് ഈ പൃഥ്വിരാജ് തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ട് ഇങ്ങനെ നോട്ട്സ് പേപ്പറിൽ എഴുതുന്ന ആളാണ്. മ്യൂസിക് നോട്ടുകൾ പേപ്പറിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ നോട്ടുമായിട്ട് പോയിട്ടാണ് അവിടുന്ന് പ്ലേ ചെയ്തത്. അല്ലാതെ ഇതിന്റെ ലൊക്കേഷൻ തന്നെ എല്ലാം വിദേശങ്ങളാണല്ലോ. അപ്പം പിന്നെ ആ സിറ്റുവേഷനായിട്ട് ബേസ് ചെയ്യുന്ന BGMs ആയിരിക്കും പുള്ളി ഉപയോഗിച്ചത്. അതായിരിക്കും ആ അവിടെ പോയത്. ഇപ്പം തന്നെ ട്രെയിലർ നോക്കുകയാണെങ്കിൽ എമ്പുരാന്റെ രണ്ട് ടൈപ്പ് സോങ്സ് ഉണ്ട്. ഈവൻ BGMത്തിനകത്ത് തന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ആ സൗണ്ട് അല്ലോ ആ ടൂൺ ഉണ്ടല്ലോ, അത് പലയിടത്തും യൂസ് ചെയ്തിട്ടുണ്ട്. പല ഹാർഷ് ആയിട്ടുള്ള സാധനമുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്, കരയാൻ പോകുന്ന സൈസ് സാധനങ്ങൾ. അങ്ങനെ പല സാധനങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് പടം കാണുമ്പോൾ എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെ അതൊക്കെ യൂസ് ചെയ്ത് ആ എമ്പുരാന്റെ ഡിഫറെന്റ് വേർഷൻസ് കാണാൻ. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ആ എമ്പുരാൻ എന്ന് പറയുന്ന ആ ഗ്രൗളിംഗ് സോങ് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു കുഞ്ഞ് പാടുന്ന പാട്ടാണ് എന്നിട്ടാണ് ആ ഒരു ഹാർഷ് വോയിസ്. ഏതൊക്കെ തരത്തില് ഉഷാ ഉതുപ്പ് ഉണ്ടെന്ന് പറയുന്നു. ഉഷാ ഉതുപ്പാണ് പഴയതിനകത്ത് പാടിയിരിക്കുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന 5 സോങ് ഉണ്ട്. 5 സോങ്ങിനകത്തുണ്ട്. ഒന്ന് റിലീസ് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. എനിക്ക് വന്ന് ചെറിയ ചെറിയ സോങ്സുകളായിരിക്കും. വലിയ ഈ റഫ്താര എത്ര മിനിറ്റ് പോകാന്നറിയോ? പിന്നെ അവര് ഫുൾ ഇടിയും കഴിയല്ലേ. എനിക്ക് തോന്നുന്നു 3 മിനിറ്റിന് മുകളിൽ റഫ്താര ഉണ്ടെന്നായിരിക്കും. ഭയങ്കര ലെങ്ത് ആയിരുന്നു.
പക്ഷെ അത് ആ ഒരു സിറ്റുവേഷൻ അങ്ങനത്തെ ആയിരിക്കും സോങ്സ് എല്ലാം വരുന്നത്. അല്ല, സോങ്സിന് വേണ്ടിട്ട് ഒരു സെപ്പറേറ്റ് പ്ലോട്ട് ഒന്നും ഇല്ലല്ലോ. ഇതിനകത്ത് കഥയല്ലേ, കണ്ടന്റ് ആണ്. കണ്ടന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ കുറെ സംഭവങ്ങൾ. പിന്നെ ഈ പറയുന്ന പോലെ അവിടുത്തെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് തന്നെ, ഖുറേഷിക്ക് ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നടക്കുന്ന സമയത്ത് തന്നെ ഇവർ ഈ ഒരു കോൺഫ്ലിക്റ്റ്, അതായത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ, കേരള പൊളിറ്റിക്സിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നു. അപ്പോഴായിരിക്കാം മറ്റേ ഗോവർദ്ധൻ വിളിച്ചിട്ട് പറയുന്നത് കം ബാക്ക് എന്ന് പറഞ്ഞ് പറയുന്നത്. അതുകൊണ്ട് അപ്പോഴായിരിക്കാം സ്റ്റീഫനായിട്ട് പുള്ളി മുണ്ടും മടക്കി കുത്തി കേരളത്തിൽ എത്തുമ്പോൾ എന്തായാലും അടിയായിരിക്കും. മേ ബി ജിതിൻ രാംദാസ് മരിക്കുമ്പോഴാണോ വരുന്നത്? ഫാമിലിയെ രക്ഷിക്കുക, അല്ലെ, ആത്യന്തികമായി PKRന്റെ ഫാമിലിയെ രക്ഷിക്കുക എന്നുള്ളതാണ് സ്റ്റീഫന്റെ ഒരു മെയിൻ ഉദ്ദേശം. എന്ന് വെച്ചാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാം. അല്ലെ, ഹനുമാൻ എന്നൊക്കെ പറഞ്ഞ കണക്ക് പുള്ളിയാണ് പ്രൊട്ടക്ടർ. എന്തായാലും പ്രിയദർശിനി രാംദാസിനൊന്നും പറ്റാതെ അവൾ നോക്കും, ജിതിനെയും നോക്കും. ജിതിൻ ഇപ്പൊ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകേണ്ട ചേട്ടൻ വീഴും. അതെനിക്ക് തോന്നുന്നു അതായിരിക്കും ആ സംഭവിക്കുക. ജിതിനെ ഒന്നും പറ്റാതെ നോക്കുക എന്നുള്ളതാ. അതിന് വേണ്ടിയിട്ടൊരു ഡ്യൂട്ടി ഈ ഗോവർദ്ധനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഗോവർദ്ധൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുക, സത്യാനുസരിച്ച് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ സ്റ്റീഫനെ അല്ലെങ്കിൽ ഖുറേഷിയെ അറിയിക്കുക എന്നുള്ളതാണ്. ഖുറേഷി ഇവിടുന്ന് അതെന്താ ഒരു സീനകത്ത് ഈ ഒരു സാറ്റലൈറ്റ് ഫോണും വെച്ച് ഇവൻ ഗോവർദ്ധൻ സംസാരിക്കുന്ന കാണിക്കുന്നുണ്ട്. സാറ്റലൈറ്റ് ഫോൺ വെച്ച് മറ്റേ ആന്റിന ഉള്ള ഫോൺ, ഇതേ ഫോൺ ഖുറേഷി സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ. ട്രെയിലറില്ല, ഒരു പോസ്റ്ററിനകത്ത് കണ്ട്. അപ്പൊ ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഖുറേഷി ഐഡന്റിഫൈഡ് ലൊക്കേഷനിലല്ല, അൺഐഡന്റിഫൈഡ് ലൊക്കേഷനിലാണ് ഉള്ളത്. റഷ്യ തന്നെ എവിടാന്ന് പോലും അറിയത്തില്ല. അപ്പൊ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഖുറേഷി ഒരു വാണ്ടഡ് ക്രിമിനൽ ഡോൺ എന്നൊക്കെ പറയാം. ആ ഒരു രീതിയുണ്ട്. അങ്ങനെ ആയിരിക്കും സംഭവം. പിന്നെ ഈ മോഹൻലാൽ തന്നെ, ഈ മോഹൻലാലിന്റെ കഥാപാത്രം തന്നെ 3 ലൊക്കേഷനുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് കേരളം, കറണ്ട് സിനാരിയോ, കേരളത്തിലെ സാധനങ്ങൾ അത് വരുന്നുണ്ടെന്ന് നമുക്ക് ഉദ്ദേശിക്കാം. ക്ലൈമാക്സ് ഫൈറ്റ് ആയിരിക്കും അത്. പിന്നുള്ളതെന്ന് വെച്ചാൽ ഒരു ഗുജറാത്ത് ലൊക്കേഷൻ ഉണ്ട്, മരുഭൂമി അല്ലാതെ ആ കോട്ട കാണിച്ചില്ല ഒരു, അത് ഖുറേഷിയുടെ വീടെന്നൊക്കെയാ പറഞ്ഞത് നമുക്ക് നേരത്തെ കിട്ടിയ റിപ്പോർട്ടുകൾ വെച്ചിട്ട്. അത് അറിയാത്തില്ല. പക്ഷെ ആ ഹിന്ദിക്കാരുണ്ടല്ലോ, അമീർ ഖാന്റെ പെങ്ങൾ എന്ന് പറഞ്ഞ് അവിടെ പറയുന്നുണ്ടല്ലോ, ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ അതിനകത്ത്, കുറെ ആൾക്കാരെ നിർത്തിയിട്ട് ദന്താഹ എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഒരു ദന്തയാണെന്ന് പറയുന്നത്. ഈ മറ്റേ പറയണത് ഞാൻ മറ്റേ ഒരു വില്ലുണ്ടോ തോക്കായിട്ട് നടക്കുന്നത്, അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ ഇത് വരുന്നു, ഏതൊക്കെ പ്രായത്തിലുള്ളതായിരിക്കും എന്നുള്ളത്. കറണ്ട് സാധനം വരുന്നത് മറ്റേ ലൊക്കേഷനിലായിരിക്കും, വിദേശ ലൊക്കേഷനിൽ ഖുറേഷിയുടെ സാധനങ്ങൾ. പിന്നെ കേരളത്തിൽ വരുന്ന ഇപ്പോഴത്തെ സംഭവം. ഇതിന് മുമ്പ് ഒരു സാധനമുണ്ട്, ഈ സാഹിദ് മസൂദിന്റെ കഥയിൽ വരുന്ന ഖുറേഷി. അവിടെ ആയിരിക്കും ഇതൊക്കെ പോകുന്നത്. അപ്പൊ 3 ലൊക്കേഷനിൽ ഖുറേഷി വരുന്നുണ്ട്. 3 ടൈം ലൈൻ. ഗുജറാത്തില് അത് കറണ്ടിൽ ഇതിൽ വരുന്നുണ്ടോ അങ്ങനെ നോക്കുന്നെങ്കിൽ സയ്യിദ് മസൂദ് മറ്റേ മരുഭൂമിയിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മരുഭൂമിയാണ് നമുക്കറിയാൻ പറ്റും. മേ ബി ഗുജറാത്ത്, കേരളത്തിൽ എന്തായാലും മരുഭൂമിയില്ല, വെളിയിലത്തെ മരുഭൂമിയില്ല. മേ ബി വെളിയിൽ കാണുമായിരിക്കും, നോർത്ത് ഇന്ത്യ ദുബായിലൊക്കെ കാണുമായിരുന്നു. ബട്ട് മേ ബി നോർത്ത് ഇന്ത്യയില് ഇതേപോലെ ഗുജറാത്തില് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് വരുന്നതായിരിക്കും. രണ്ടുപേര് നടന്നു വരുന്നതിനകത്ത് കത്തിയും പാടും ഒക്കെ ആൾക്കാർ ഓടി വരുന്ന സീനുണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടെ. അത് കണ്ടിട്ട് ഖുറേഷി ഇപ്പോഴത്തെ കറണ്ട് ഖുറേഷിയാ, ഈ നരയൊക്കെയുള്ള ഖുറേഷി ആണോ? മറ്റേവനും ഒരു ഇതുണ്ട്. അപ്പൊ അവിടെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഇവർ രണ്ടുപേരും അടിക്കാൻ പോകുന്നുണ്ട്. ശരി, നോർത്ത് ഇന്ത്യൻ. അതായത് നോർത്ത് ഇന്ത്യൻ വാളൊക്കെ വെച്ച് ചേർന്നുണ്ട് നോർത്ത് ഇന്ത്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും ഗൾഫൊന്നും വരത്തില്ല. ഇവിടെ എന്തായാലും ഒരു ഇത് നടക്കുന്നുണ്ട്, അതായത് ഈ മറ്റേ ഡാം സംരക്ഷണ യോഗത്തിന്റെ അതൊരു അടി നടക്കുന്നു. അത് നോർത്ത് ഇന്ത്യയിലെ മറ്റേ പ്രശ്നം, കോൺഫ്ലിക്റ്റ് ആകുന്നതായിരിക്കും പ്രശ്നം. അവിടുന്ന് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, അവിടെ തിരിച്ചു ചോദിക്കാൻ പോകുന്നതായിരിക്കും അവസാനം. മേബി എനിക്ക് തോന്നുന്നു ഫുൾ പാർട്ടിയുടെ ചുമതല ജിതിൻ, എനിക്ക് തോന്നുന്നു ജതിൻ കളഞ്ഞിട്ട് പോവാന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി ഇവിടെ പ്രിയദർശന്റെ തലയിലാവും. പക്ഷെ മഹേഷ വർമ്മ എന്ന് പറഞ്ഞ ആള് വീണ്ടും കളിക്കും. വേറെ ആളെ കൊണ്ടുവരുന്ന പറഞ്ഞില്ലേ, ഇവൻ വേറെ തന്നെ കൊണ്ടുവരുന്നു പറഞ്ഞു. അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. ഇവൻ അതൊന്നും എനിക്ക് അറിയത്തില്ല. ഇനി അങ്ങനാണോ ഈ സുരാജുമായിട്ട് ഇത് ടൈപ്പ് ആകുന്നതെന്നൊരു സംശയമുണ്ട്. പാർട്ടി പൊളിക്കാൻ വേണ്ടിയിട്ട് ഏസമിനെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മഹേഷ വർമ്മ തനിക്ക് കാണിക്കുന്ന തോന്നുന്നു. മിക്കവാറും മഹേഷ വർമ്മയുടെ കിളിപ്പ് പിടിക്കേണ്ടി വരും. ഖുറേഷി തന്നെ വരേണ്ടി വരും മഹേഷ വർമ്മയ്ക്ക് പണി കൊടുക്കാൻ. മറ്റേ നന്ദു ക്യാരക്ടർ ഉണ്ടല്ലോ, പുള്ളി പോസിറ്റീവാ, നമ്മുടെ ഇവരെ കൂടെ നിൽക്കുന്നതാ. മണിക്കുട്ടൻ അങ്ങാരുടെ ഡയലോഗ് കേട്ടിട്ട് ഇങ്ങനെ കോരിത്തരിക്കുന്ന കാണിക്കുന്നു, മറ്റേ സുരാജിന്റെ അല്ലേ. പിന്നെ അതുപോലെ വേറൊരു ഇത് കാണിച്ചല്ലോ,
ഇങ്ങനെ മുഖം മൂടി ഇങ്ങനെ മാറ്റുന്ന ഒരു ആരാണെന്ന് പിന്നെ ഇടയ്ക്ക് പറയുന്നതായിട്ട് മറ്റേ ആന്റണി പെരുമ്പാവൂരിന്റെ മോനാണ് പറയുന്നത്. എനിക്കൊരു സംശയം, അതിന് ഈ ഗോവർദ്ധന്റെ ചെറുപ്പകാലം പോലെ കണ്ണടിയൊക്കെ വെച്ചുകൊണ്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു അങ്ങാരുടെയും കാണിക്കാമല്ലോ വേണമെങ്കിൽ ഫ്ലാഷ് ബാക്ക് എന്ന് വെച്ചാൽ അങ്ങാരുടെ കുറെ സത്യാന്വേഷണം നടത്തിയല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ഇങ്ങനെ ചവിട്ടി ഇതാക്കി വെച്ചത്. അല്ല എന്താ അതില് പക്ഷെ ആരാണെന്നുള്ളത് ഇതുവരെ മണിക്കൂട്ടനല്ല, അത് ഉറപ്പാണ്. മണിക്കൂട്ടന്റെ ഫേസ് അല്ല, ഞാനത് എന്താ പറയുക പോസ്റ്റ് ചെയ്ത് നോക്കി, അത് മണിക്കൂട്ടനല്ല. സ്ലോ മോഷനിൽ ഇട്ട് ഓടിച്ചു നോക്കി, അത് 100% മണിക്കൂട്ടനല്ല. ഹെയർ സ്റ്റൈലൊക്കെ വേറൊരു ടൈപ്പ്. ഈ പയ്യനാണോ അവന്റെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഓക്കെ ഈ ആന്റണി പെരുമ്പാവൂരിന്റെ മോനാണ് അത് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് മേ ബി ആയിരിക്കാം. കണ്ണാടി അതേപോലത്തെ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഗോവർദ്ധന്റെ ചെറുപ്പകാലം ശരിയാണല്ലോ, സോക്കിട്ടടക്കി സലാം കഴിച്ചിട്ട് പോയതാ. അതൊന്നും വരത്തില്ല. ഇതൊരു വെച്ചാൽ പക്ക സീരിയസ് ആയിട്ടാണ് കഥ പറയുന്നവനെ. ഗിമിക്ക് കാണിക്കാനൊന്നും നിൽക്കത്തില്ല. ഇല്ല, ആന്റണി പെരുമ്പാവൂർ അല്ല പൃഥ്വിരാജിനൊന്നും കാണിക്കത്തില്ല. പിന്നെ ഓരോ ക്യാരക്ടറിനും ഇമ്പോർട്ടൻറ്റ് ഉണ്ടാവും. അത് ഗംഭീര. ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് അതൊരു സ്റ്റാൻഡേർഡ് മൂവി, അത് ജയിക്കുവാണെങ്കിൽ സെക്കൻഡ് എടുക്കാം. അങ്ങനെയാണല്ലോ. ഈ സെക്കൻഡ് എടുത്താൽ എന്തായാലും തേർഡ് എടുക്കണമെന്നാണ്. ഫസ്റ്റിൽ നമ്മളെ കാണിച്ചതെന്ന് വെച്ചാൽ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. വേണമെങ്കിൽ കുറേശ്ശെ അപുറേശ്ശേക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ട്, അത് സ്റ്റാൻഡേർഡ് പടമായിട്ട് നിൽക്കും. അപ്പൊ ഈ പെരുമ്പാവൂര് വന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല. അതാണ് ഇപ്പൊ സെക്കൻഡിനകത്ത് ആവശ്യമില്ലാതെ കൊണ്ട് വരുമോന്ന് എനിക്കറിയത്തില്ല. വരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് ആൾക്കാർ കാണണമല്ലോ, ഇത് ബാക്കിയുള്ള ആൾക്കാർ കാണണമല്ലോ. ആന്റണി പെരുമ്പാവൂരെ കാണിച്ചിട്ട് അവർക്ക് കഥയില്ലല്ലോ, നമുക്കല്ലാതെ കഥ. ഇതിപ്പം പഴയ ഒരു സ്കെയിലൊന്നും അല്ല നിൽക്കുന്നത്, പഴയ പരിപാടിയൊന്നും അല്ല. ഇപ്പോഴത്തെ പരിപാടി വേറെയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ കോരിത്തിരിക്കാൻ പോവാ മലയാളികൾ ഇങ്ങനൊരു സാധനം മേക്ക് ചെയ്ത്, അത് കേരളത്തില് നമ്മുടെ ബോളിവുഡിൽ കൊച്ചി ഇൻഡസ്ട്രിയിൽ ഒരു ഗംഭീര സാധനം. ഇത് കണ്ടിട്ട് വേണം അമ്മമാരൊക്കെ ഞെട്ടാൻ. അതെ, അതും പൃഥ്വിരാജ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ പറയുന്ന ബജറ്റിന്റെ എന്നെക്കാളും കുറവായിരിക്കും ആക്ച്വൽ ബജറ്റ്. അപ്പം അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയണമെങ്കിൽ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇന്റർവ്യൂസും കാര്യങ്ങളും എല്ലാം നോക്കുവാണെങ്കിൽ എല്ലാവരും പക്ക കോൺഫിഡന്റ്. അത് ഭയങ്കര കോൺഫിഡൻസ്. ലൂസിഫറിന്റെ സമയത്തും ആദ്യ കോൺഫിഡൻസ് തന്നെ കീപ്പ് ചെയ്യുന്നത്. പക്ഷെ ഈ കോൺഫിഡൻസ് മോഹൻലാലിലും പ്രകടമാണെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. മോഹൻലാൽ പക്കറ്റ് സാധാരണ മോഹൻലാൽ ഉഴപ്പി സംസാരിക്കണേ, നിങ്ങൾ കണ്ടു നോക്ക്, എന്റെ ഇതിൽ അടിപൊളിയാന്ന് വെച്ച്. പക്ഷെ മോഹൻലാൽ ഇവിടെ ഭയങ്കര കോൺഫിഡൻസ് ആണ് പറയുന്നത്. ഒന്ന് കാണ് എന്നാ പറയുന്നത്, ഒന്ന് കാണ്. ഈ കോൺഫിഡൻസ് ഉള്ള സമയത്തേ ഉള്ളൂ മോഹൻലാൽ തിയേറ്ററിൽ പോയി ഈ ഫസ്റ്റ് ഡേ പ്രേക്ഷകരൊപ്പം കാണാതിരിക്കുന്നത്. അതിപ്പോഴും ആവർത്തിക്കുന്നത്. ലൂസിഫറിന്റെ കോൺഫിഡൻസ് എമ്പുരാനിലും ഉണ്ട്. ഞങ്ങൾ പോകുന്നുണ്ട് കാണാൻ. എനിക്ക് ഫാൻ ഷോ ഒന്നും കണ്ടാക്കൊള്ളാം. പക്ഷെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ ഫാൻ ഷോ ഇപ്പൊ ടിക്കറ്റ് ഇട്ടാൻ ഒരു ചാൻസും ഇല്ല. അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്യാം നമുക്ക്. ആണോ? എനിക്ക് ഫാൻ ഷോ 6 മണിക്ക് ഞാനത് ബുക്ക് ചെയ്യാൻ എന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചാൽ. പക്ഷെ ഇപ്പൊ ആലോചിക്കുന്നത് അതൊന്നും ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു ഓളം ഒന്ന് ഭയങ്കര ഓളവാ. പക്ഷെ ഇതുപോലുള്ളതല്ല, നമ്മള് തട്ടുതെളിപ്പം പടം ഉണ്ടല്ലോ മോഹൻലാലിന്റെ, ഈ അടി ഈ നരസിംഹം പോലത്തെ, അതിന് പോകണം. ഇതൊരു ഫാൻ ഈ പടമാണ്. കാല് പൊക്കി ചവിട്ടി ഇങ്ങനെ ഭിത്തി കയറ്റി നിർത്തിയ പോലീസുകാരനെ ഭിത്തി കയറ്റി നിർത്തിയപ്പോഴത്തേക്ക് എല്ലാവരും കൈയടിച്ചായിരുന്നു. അത് ഒളിമ്പിരതും അങ്ങനെയുള്ള പഴയ പടങ്ങളിൽ വന്ന് തച്ചൊളി വർഗീസ് ചേകവർ അതിനകത്തൊക്കെ കാണിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ഇറക്കിയത്. അപ്പൊ എല്ലാരും കൈയടിച്ചു. അതേപോലത്തെ സാധനങ്ങളും കാണാം. പിന്നെ അത് എനിക്ക് തോന്നുന്നു കൂടുതലും കാണിക്കാൻ അതിനെ വെച്ചിട്ട് ലൂസിഫറിലെ പോലെ കാണിക്കാൻ സാധ്യത കുറവാണ്. എന്നാലും ചെറിയ ഗിമിക്സ് വരും. പിന്നെ ഒരു ഫൈറ്റിനകത്ത് ഇങ്ങനെ ഏതൊരു പോസ്റ്ററിനകത്ത് ഇങ്ങനെ കണ്ട് നിൽക്കുന്നുണ്ട് മോഹൻലാല്. എനിക്കൊന്ന് മറ്റേ ഈ സയ്യിദ് മൻസൂദിന്റെ കൂടെയുള്ള ഒരു അടിയുണ്ടല്ലോ, മസൂദിന്റെ കൂടെയുള്ള ഒരു അടിയുണ്ടല്ലോ. ഫൈറ്റ് ഒക്കെ ഒറിജിനലാണ്, ഗ്രൂപ്പില്ല. അതാണ് നമുക്ക് കാണേണ്ടത്. അതൊക്കെ വെച്ച് ഈ നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകരെയും നമ്മുടെ തെലുങ്കു ഉള്ള സൂപ്പർ സ്റ്റാറുകൾക്കൊക്കെ ഒരു അടിയാ. ഈ പ്രായത്തില് മോഹൻലാൽ ഒരു ഡുപ്പില്ലാതെ ആക്ഷൻ ചെയ്യുന്നു പറയുന്നത്. സ്ക്രീൻഷോട്ട് എടുത്ത് OTT റീൽസ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നോക്കിക്കോളാൻ പറയുന്നത്. പിന്നെ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞപ്പോൾ പൃഥ്വിരാജിന് കോൺഫിഡൻസ്, മോഹൻലാലിന് കോൺഫിഡൻസ്, മുരളി ഗോപി അങ്ങേയറ്റം കോൺഫിഡൻസ്. ഇതിന് ഏറ്റവും വലിയ വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും ഇന്റർവ്യൂലോ അല്ലെങ്കിൽ വേറെ ഒരിടത്തും വരാത്ത ദീപക് ദേവ് കമന്റ് ഒക്കെ കാണും പുള്ളിയുടെ. എന്ന് വെച്ചാൽ ചേട്ടാ കത്തിക്ക് എന്താ നിങ്ങളെയാണല്ലോ പ്രതീക്ഷ, കത്തിക്കോ എന്ന് ചോദിച്ച പ്രേക്ഷകന്റെ അടുത്ത് തിരിച്ച് റിപ്ലൈ കൊടുത്തേക്കുന്നത് കത്തിച്ചിരിക്കുന്ന പറഞ്ഞേക്കുന്നത്.
അപ്പൊ ആലോചിച്ച് നോക്കിയേ, പുള്ളി അത്ര കോൺഫിഡന്റ് ആയിട്ട് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഇല്ലാതെ പറയൂ. ഇത്രയും പേര് കോൺഫിഡന്റ് ആവണമെങ്കിൽ. ഞാൻ ലൂസിഫർ എന്ന പടം കണ്ടിട്ട് എനിക്ക് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ, അതിനകത്ത് മോഹൻലാലിന്റെ കുറെ പഞ്ച് സീനുകൾ, ആ സീൻ കാണാൻ അടിപൊളിയായിരുന്നു, ഇങ്ങനെ പോന്നു. പക്ഷെ ഞാൻ ഈ പടം എൻഡ് ചെയ്യുമ്പോൾ ടെയിലെൻഡിൽ വന്ന സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ആള് ഖുറേഷി അബ്രഹമായി മാറിയ സമയം പടം ഞാൻ ശരിക്കും പൊരുത്തിരിച്ചു പോയി. ഞാൻ അപ്പൊ തന്നെ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഈ ഒരു സീൻ മതി, പൈസ മുതല. ആ ഒരു സീനാണ് എന്നെ ഹുക്ക് ചെയ്തത് സത്യം പറഞ്ഞു. ഈ പടം വേറെ ലെവലാണെന്ന് മനസ്സിലാക്കി. പിന്നാണ് അറിയുന്നത് ഇതിന് സെക്കൻഡ് പാർട്ട് വരുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക്. ഈ എമ്പുരാൻ പിന്നെ അതൊന്നും അല്ല, നമ്മൾ ഇതിലും വലിയ സാധനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, തേർഡ് പാർട്ടിലേക്ക് ലീഡ് ചെയ്യുന്ന സാധനങ്ങളിനകത്തുണ്ടാവും. നിങ്ങൾ ടെയിലെൻഡിലെ കട്ടിങ്സ് ഒക്കെ ആണ്, കട്ടിങ്സ് നമുക്ക് കാണാൻ പറ്റുമെന്ന് സംശയമാണ് അതൊക്കെ വായിച്ചെടുക്കാൻ. പിന്നീടാണ് പലരും ലൂസിഫറിന്റെ ചർച്ച വന്നപ്പോഴാ ഈ കട്ടിങ്സ് ഒക്കെ ഫേമസ് ആയത്. അത് ഈ അടുത്ത ഇടയ്ക്കൊക്കെയാണ് നമ്മൾ കൂടുതലും കാണാൻ തുടങ്ങിയത്. ഖുറേഷി ആരാണ്, ഖുറേഷിയുടെ ഹെഡ്ലൈൻസുകളൊക്കെ വായിക്കുന്നത്. അപ്പൊ ഈസ്റ്റർ എക്സുകളൊക്കെ പൊളിയണമെങ്കിൽ ഇനി വീണ്ടും വീണ്ടും ചർച്ചകൾ നടന്നാലേ പൊളിയത്തുള്ളൂ. എന്നാലും ഒരു തേർഡ് പാർട്ടിനുള്ള ലീഡ് അതിനകത്തുണ്ട്. അതാണ് നമ്മളെ ലീഡ്. ലാസ്റ്റ് ഒരു സീനിൽ കാണിക്കുന്നുണ്ടല്ലോ, മറ്റേ ചോപ്പറിന്റെ അടുത്ത് ഖുറേഷിയും സയ്യിദ് മസൂദും വൈറ്റ് ചോപ്പർ ഒരു ഹെലികോപ്റ്റർ പോലത്തെ സാധനം നിപ്പുണ്ട്. ഖുറേഷിയും ബാക്കി എല്ലാവരും ബ്ലാക്ക് ഡ്രസ് ഇട്ട് അവിടെ നിപ്പുണ്ട്. ഒരു വൈറ്റ് ചോപ്പർ വന്നിരിക്കുന്നു. ഞങ്ങാട് മമ്മൂക്കയാണ്. വൈറ്റ് ഡ്രസ് ഇട്ട് മറ്റേ അങ്ങനെയാണോ ആന്റണി പെരുപ്പാവും. മറ്റേ സലാം കൊടുത്തു പോകുമ്പോഴത്തെ വൈറ്റ് ഡ്രസ് ആണ്. വൈറ്റ് അയ്യോ അറിയാൻ പറ്റൂല. പക്ഷെ എന്ത് പറഞ്ഞു, വേറെ എന്തോ മ്യൂസിക് പറഞ്ഞു നമ്മള്. സിനിമറ്റോഗ്രഫി പറഞ്ഞിട്ടില്ലേ, ഐഫോണിൽ വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഷൂട്ട് പൃഥ്വിരാജ് പറഞ്ഞു ഐഫോൺ, സോണി, പിന്നെ ഐഫോണിൽ ഷൂട്ട് ചെയ്ത സീനായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. മേ ബി ക്യാമറ കൊണ്ടുപോകാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സീൻ, അങ്ങനത്തെ വല്ലതും ടൈറ്റ് ഷോട്ടുകളോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? എന്ത് ഉപയോഗിക്കാം. മറ്റേതല്ലേ ഇതിനകത്ത് തന്നെ ലൂസിഫറിനകത്ത് കുറെ ഷോട്ടുകളൊക്കെ ബ്ലർ ആയിരുന്നു, ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതായിരുന്നു ഏറ്റവും ബെസ്റ്റ് ഷോട്ട്. മോഹൻലാലിന്റെ ഇത്ര ഷോട്ട് എടുക്കും. ആദ്യത്തെ ഒരു ഷോട്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോയപ്പോഴത്തേക്ക് ലാലേട്ടനോട് പറഞ്ഞു കേട്ടോ ഒന്നും കൂടെ പോന്നപ്പോൾ ഡിഫറെന്റ് ഇതായിരുന്നു. ഓരോ ഷോട്ടും ഓരോ ഡിഫറെന്റ്. അപ്പം എനിക്ക് ബെസ്റ്റ് ഷോട്ടായിട്ട് തോന്നിയത് ആദ്യത്തെ ഷോട്ടാണ്. അതുകൊണ്ട് അത് തന്നെ വെച്ച് ആ നടന്നു വരുന്ന ഷോട്ടുണ്ടല്ലോ, എല്ലാവരും ഇട്ടിട്ട് വരുന്നത്, കാർ നിർത്തിയിട്ട് ഇറങ്ങി നടന്നു വരുന്ന ഷോട്ടില് മോഹൻലാൽ ഭയങ്കര ബ്ലറാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ക്യാമറ എത്ര ദൂരത്തായതുകൊണ്ട് പക്ഷെ ആക്ച്വലി ബ്ലറായിരുന്നു. ഇച്ചിരി ഫോക്കസ് ആവേണ്ട സാധനം. ഫോക്കസ് ആയത് ബാക്കിയുള്ളവരൊക്കെയാ. അതൊക്കെയാണോന്ന് അറിയത്തില്ല. പക്ഷെ അതൊക്കെയാണ് നമ്മളിപ്പോ പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. അതായിരുന്നു ബെസ്റ്റ് ഷോട്ട്. അതുകൊണ്ട് ബെസ്റ്റ് ഷോട്ട് ആയതുകൊണ്ടാണ് വെച്ചത്. പക്ഷെ ഇത് കുറച്ചും കൂടെ മനസ്സിലാക്കി ഞാൻ. അതുകൊണ്ട് അങ്ങനത്തെ മിസ്റ്റേക്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഫസ്റ്റ് മൂവി അല്ലേ. അതെ. പക്ഷെ എമ്പുരാൻ നോക്കി, എമ്പുരാന്റെ ട്രെയിലർ തന്നെ എല്ലാം ക്ലിയർ ആയിരുന്നു. ഒക്കെ ക്ലിയർ, നല്ല എല്ലാം ഫോക്കസ്. ഞാന് അല്ല ഈ പറയുന്നത് ഫോക്കസിന്റെ കാര്യം, അതിനകത്ത് തന്നെ ഈ എന്താ പറയുക, ഇതിനകത്ത് തന്നെ എന്താ ക്യാമറയിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഷോട്ടുകളാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ് നടന്നു വരുന്ന സീനിന് ശേഷം അകത്തേക്ക് ചെരുപ്പൂരിട്ട് കയറുന്ന ഒരു സീനുണ്ടല്ലോ. ഇതിങ്ങനെ കൈ കാണിക്കും, ബാക്കിലേക്ക് കൈ കാണിക്കും, ബാക്കി ടീം അവിടെ നിൽക്കി ഞാൻ പോയി കണ്ടിട്ട് വരാം, ഈ PTR അകത്ത് വെച്ചെടുക്കാം. ആ സമയത്ത് ബാക്കിൽ നിൽക്കുന്നവരെയും കാണിക്കുന്നുണ്ട്. രണ്ടുപേരെ ഫോക്കസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ഉണ്ടല്ലോ, രണ്ട് തരത്തിലുള്ള ലെൻസ് യൂസ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുന്നത്. അതായത് ക്യാമറയുടെ ഒരേപോലെ ഫോക്കസ് ചെയ്യുന്നു. അത് ഏതോ ഒരു ലെൻസിനകത്ത് രണ്ടെണ്ണം കൂടെ ഫിക്സ് ചെയ്തിട്ടോ മറ്റോ ആണ് അത് അച്ചീവ് ചെയ്യുന്നത്. അത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അങ്ങനെ പരീക്ഷണങ്ങൾ ഒരുപാട് ലൂസിഫറിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവൻ ദോ ഹിസ് ഫസ്റ്റ് ഫിലിം ആണെങ്കിൽ പോലും പുള്ളി അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തായാലും മാരക സാധനങ്ങൾ കൊണ്ടുവരുന്ന. പിന്നെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, ലൂസിഫറിൽ സ്റ്റാറ്റിക് ഷോട്ടുകളില്ല. അതായത് ഒരിടത്ത് വെച്ചിട്ടുള്ള ഷോട്ടുകൾ ഒന്നുമില്ല, എല്ലാം മൂവിങ് ഷോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഈ പുള്ളിയുടെ ഒരു പടം ഇത് കണ്ടപ്പോ ഈ ക്യാമറ
ക്യാമറമാന്റെ ചിന്തിച്ചു നോക്കുമ്പോ ഒറ്റ സ്റ്റാറ്റിക് ഷോട്ടുകളില്ല. അപ്പം ക്യാമറമാൻ പറയുന്നു, അതായത് സലാറിന്റെയോ മറ്റോ ഷൂട്ടിന് പോയപ്പോ മറ്റേ പ്രശാന്ത് നീരില്ലേ ക്യാമറ എടുത്ത് വെച്ചിട്ട് പറഞ്ഞിരുന്നത് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് പതുക്കെ മൂവ് ചെയ്യുന്ന ഷോട്ടുകളാണ്. ശരി, ഒരു ടൈറ്റ് ഷോട്ട് സ്റ്റാറ്റിക് ഷോട്ടിന്റെ ആളാണ് അതൊക്കെ വെച്ചിട്ട് നോക്കിയിരുന്നത്. ഇത് സ്റ്റാറ്റിക്കും വേണം, എല്ലാം വേണം, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും അല്ലേ, ഇത് സത്യം പറഞ്ഞാൽ ഈ പടം ഭയങ്കര ഇതില്ലയോ, ടക്ക് പറഞ്ഞ മൂവല്ലയോ, അല്ല ഒരിടത്ത് സ്റ്റോപ്പ് ഉള്ള പടമല്ലല്ലോ. അപ്പൊ മൂവ് ചെയ്ത് നമ്മളിത് അറിയത്തൊന്നുമില്ല, നമ്മള് ക്യാമറ മൂവ് ആണ്, നമ്മള് കണ്ടന്റിനകത്ത് ഹുക്ക്ഡാണ്. നമ്മള് വേറെ എവിടെയും പോകുന്നില്ല, കണ്ടന്റ് പോകുന്നതിനനുസരിച്ച്. സത്യം പറഞ്ഞാൽ അതാണ് ഓരോ പ്രേക്ഷകരും വേണ്ടത്. നമ്മളതിനകത്ത് കയറിയിട്ട് കുത്തിയിരുന്ന് പരിശോധിക്കാതെ മൂവിയിൽ അങ്ങ് കയറുക. അതെ, ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട, അതൊക്കെ അത് എത്ര പറഞ്ഞാലും എക്സ്പെക്ട് ചെയ്തു പോകും. നമ്മളെ അത്രയ്ക്ക് എമ്പുരാൻ ഇങ്ങനെ തലപ്പൊക്കത്ത് നിൽക്കുക. പക്ഷെ എന്നാലും സിനിമ കാണാൻ നേരത്തെ നമ്മളെല്ലാം മറന്നു കഴിഞ്ഞാൽ കിട്ടില്ലായിട്ട് ആസ്വദിക്കുന്നു. ഞാൻ എന്റെ ഒരു പോളിസി അതാണ്. എന്റെ എത്ര ഇത് വേണ്ടാലും ഞാൻ സിനിമ കാണാൻ നേരത്തെ ഞാൻ ഈ ഓർത്ത് വെച്ചതെല്ലാം കളയും. ഞാൻ സിനിമയിൽ വിൽക്കാവും. പിന്നെ എനിക്ക് എഡിറ്റിങ്ങോ അതൊന്നും എനിക്ക് തോന്നത്തില്ല. പിന്നെ നമ്മള് ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം കയറി വരുന്നത്. എനിക്ക് ഈ സാധനങ്ങൾ ആലോചനയിലേക്ക് വരുന്നത് പടം എൻഗേജ് ചെയ്യാത്ത സമയം. അതെ, ശരിയാ. നമ്മള് ഇതായില്ല, നമ്മളെ ഇഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം നോക്കും. എൻഗേജ് അതായത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എൻഗേജ്മെന്റ്. അതായത് പടം കണ്ടിട്ട് ഇറങ്ങി കഴിയുമ്പം നമുക്ക് ഈ പറഞ്ഞ ലൂസിഫറിനകത്തൊരു സാധനമുണ്ട്. എത്ര നല്ല പടം ആണെങ്കിൽ ക്ലൈമാക്സ് കൊള്ളത്തില്ലെങ്കിൽ പോകും. നമ്മൾ ഇറങ്ങി വരുമ്പോൾ പടം കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ എന്നാ പറഞ്ഞൊരു കാര്യം. പിന്നെ അല്ലെങ്കിൽ എത്ര തല്ലിപ്പൊളി പടം ആണെങ്കിൽ നല്ല ക്ലൈമാക്സ് ആണെങ്കിൽ നമ്മൾ ആദ്യം വെച്ച് ഇറങ്ങി പോയില്ലെങ്കിൽ അവസാനം വരെ നിന്നെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും, പടം ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു ക്ലൈമാക്സ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു ഇതിൽ നമ്മൾ സാറ്റിസ്ഫൈ ആവും. പക്ഷെ എൻഗേജ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ മൊബൈൽ നോക്കാൻ പോവുകയോ ഈ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ പോകുമ്പോൾ മൊബൈൽ എടുക്കുന്നവരെ കൈയും കാലും തന്നെ ഓടിക്കണം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ മൊബൈൽ നോക്കുക, നമ്മൾ എപ്പോഴാണ് ഡിസ്ട്രാക്ട് ആവുന്നത്. കാരണം നമുക്ക് ഈ ഫോക്കസ് കിട്ടാതെ എൻഗേജ്മെന്റ് അല്ലാത്ത സമയത്ത് അങ്ങനെ ഒരു പടം നമ്മുടെ സ്ക്രീനിലേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും ടോപ്പ്. നമ്മൾ ഓട്ടോമാറ്റിക് ചില പടം, ഞാൻ രാക്ഷസൻ തിയേറ്ററിൽ പോയി എൻ്റെ ഏറ്റവും കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി കണ്ടത് രാക്ഷസൻ. രാത്രി 12 മണിക്കാൻ പോയത്, ഒന്നാമത്തെ കേസ്. അതവിടെ ചെന്ന് ഒരു ഐഡിയ ഇല്ലാതെ കയറിയത്. നല്ല പടമാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ അവിടെ കയറി ഇരുന്ന് കണ്ടു. ഞാൻ ഓരോ സെക്കൻഡിലും ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സീറ്റിൽ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. നമ്മുടെ സീറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും, നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് വരും. എന്താ സംഭവിക്കും നമുക്ക്, അതാണ് എൻഗേജ്മെന്റ്. നമ്മൾ ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് ഫ്രണ്ട്സിനെ ഇങ്ങനെ നോക്കിയിട്ട് അപ്പൊ അവരും കൊള്ളാം എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ പടം കണ്ട് ഇറങ്ങിയപ്പോഴേക്കും എന്തു ഈ കണ്ട ഇങ്ങനെ ആ കൂടെ അതിനകത്ത് നെഗറ്റീവായിട്ട് തോന്നിയത് വില്ലന്റെ മേക്കപ്പ്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നി. ബാക്കിയെല്ലാം കിടിലായിരുന്നു പടത്തിനകത്ത്. അതേപോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു മൂവി ആവണമെന്ന് ഈ എമ്പുരാൻ മൂവി ആവണം എനിക്ക് ഇത് ഒരു ആഗ്രഹം. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വെച്ചാൽ ഇതേപോലെ ഹൈപ്പ് വന്നിട്ടുള്ള മൂവി, അതിനനുസരിച്ചുള്ള ട്രെയിലർ, ഇതൊന്നും വന്നിട്ടില്ല ഇതുവരെ. അതെ, ഞാൻ ആ തിയേറ്ററിൽ 6 മണിക്ക് എഴുന്നേറ്റ് ഷോ കാണാൻ പോയത് അവഞ്ചേഴ്സ് കാണാൻ. ഞാൻ വേറൊരു പടവും അങ്ങനെ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് പോയിട്ടില്ല. ഫസ്റ്റ് ഷോ ട്രിവാൻഡ്രത്തായിരുന്നു ആദ്യത്തെ അവഞ്ചേഴ്സിൽ. ബാക്കി എല്ലായിടത്തും 9 o'clock ആയിരുന്നു ഇൻഫിനിറ്റി വാർ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇൻഫിനിറ്റി വാർ കാണാനായിട്ട് ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു ആ സമയത്ത്. ഇൻഫിനിറ്റി വാർ കാണാനായിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ്, അത് ട്രിവാൻഡ്രത്ത് ബാക്കി എല്ലായിടത്തും 9 മണിക്ക് ഷോ, ട്രിവാൻഡ്രത്ത് മാത്രം 8 മണിക്ക് ഷോ. ഇന്ത്യയിൽ എവിടെ നോക്കിയാലും 9 മണിക്കാണ് ഷോ, ഇവിടെ 8 മണിക്ക്. അപ്പം ഞാൻ അത് കാണാൻ പോയി. പിന്നെ അതിനുശേഷം വെളുപ്പിനെ എഴുന്നേറ്റ് പോയത് 5 മണിക്കാണ്, 5:30 അങ്ങനെ ഷോ, 5 മണിക്ക് 6 മണിക്കോ കണ്ടു. ഇരുപത്തി എഴുന്നേറ്റ് പോയത് അവഞ്ചേഴ്സ് മറ്റേ എൻഡ് ഗെയിം കാണാനായിട്ട് ഞങ്ങൾ രാത്രി ഇരുട്ടത്ത വഴി മാപ്പ് നോക്കി പോയി വേറെ ഏതോ തിയേറ്ററിൽ പോയി കയറി ലാസ്റ്റ് തിരിച്ച് കറങ്ങി എന്തായാലും കണ്ടു. അതേപോലെ എന്ത് പറഞ്ഞു ഒരു പടം കാണാൻ പോകുന്നത് അല്ല, ഇതിന് അങ്ങനെ പോകാൻ പറ്റില്ല, എനിക്ക് ഫാൻ ഷോ കിട്ടിയില്ല. പക്ഷെ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പം തോന്നുന്നത് ഫാൻ ഷോ ഒന്ന് പോയി കാണേണ്ടതായിരുന്നു. ആ ഒരു ഓളം എങ്ങനെ ഇപ്പം പോയിട്ട് കാര്യമില്ല, മുമ്പേ നമ്മൾ തീരുമാനം എടുക്കണം. അതിപ്പം പിന്നെ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മള് ഓൺ ടൈം ആ കാണുന്നത്. ഫസ്റ്റ് ഡേ തന്നെ കണ്ടില്ലെങ്കിൽ ചിലപ്പോ അലപ്പായി. ചിലവന്മാര് സ്റ്റാറ്റസ് സോഷ്യൽ മീഡിയ തുറക്കായിരിക്കും, ഇതുപോലെ പോസ്റ്റുകൾ വായിക്കായിരിക്കും, ചിലവന്മാര് അടിച്ച് കളഞ്ഞു കളയും സ്ക്രീൻ. ഇപ്പം എല്ലാരും മൊബൈൽ ഓൺ ആക്കി വെച്ച് എടുത്ത് നോർത്ത് ഇന്ത്യയിലെ മറ്റേ ആ ചാവ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയപ്പോഴേ അതാണ് സഹിക്കാൻ വയ്യാത്തത്. അതിന്റെ എല്ലാ മെയിൻ ക്ലിപ്പുകളും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടേക്കുക.
നമ്മുടെ മലയാളികളാണെങ്കിൽ പിന്നെയെങ്കിലും പറയാം ഡിലീറ്റ് ചെയ്യണമെന്നെങ്കിലും പറയും. ഇത് അവന്മാർ ആഘോഷിക്കുക. അത് നമ്മൾ കുറെ അങ്ങ് കണ്ടുപോയി അതിന്റെ കുറെ പാട്ടിലെ. ഇത് ഒരു ഓൾറെഡി ഇത് പാൻ ഇന്ത്യൻ പാൻ വേൾഡ് സാധനമാണ്. എവിടുന്നൊക്കെ ലീക്ക് ആവുമെന്ന് കണ്ടെന്നറിയാം. ഈ ഇന്ത്യക്കാരന്മാരൊക്കെ എന്ത് ചെയ്യുക, അവരെ കാണുവാണെങ്കിൽ എടുത്തിടും. അതൊക്കെ ഭയങ്കര ഒരു ഇതായി. അവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളികളായിട്ടുള്ള നമുക്ക് കുറച്ച് വിവരമുണ്ട്. നമ്മളാണ് വിവരം കാത്തുസൂക്ഷിക്കുന്നത്. നമ്മളതൊന്നും ചെയ്യരുത്. നല്ല അതായത് ഹൈ ബഡ്ജറ്റില്, അതായത് ഡിലീറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ തീർച്ചയായിട്ടും അങ്ങോട്ട് എന്നിട്ട് പറയാം ഈ സംഭവം ഡിലീറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമാണ്, ഇത് മലയാള സിനിമയുടെ തലവര മാറ്റാൻ പോകുന്ന ഒരു സിനിമയാണ്. ഒന്നും അറിയാതെ തലവര മാറ്റേണ്ടിയിരുന്ന ഒരു പടം എന്ന് പറയുന്നത് പ്രേമമാണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഒരു പാൻ ഇന്ത്യൻ ഒരു ഓളം ഉണ്ടാക്കിയത് പ്രേമമാണ്. പക്ഷെ പ്രേമം പോലും പറയാതെ വന്ന് പാൻ ഇന്ത്യൻ ആയത്. അന്ന് പാൻ ഇന്ത്യൻ ഒരു സംഭവം അല്ല. അവൻ പാൻ ഇന്ത്യൻ ഒരു ഓളം, അങ്ങനെ ഒരു ഓളം ക്രിയേറ്റ് ചെയ്ത് പ്രേമമാണ്. അത് പക്ഷെ അണഞ്ഞു പോയത് അതിന് സെൻസർ കോപ്പി ലീക്ക് ആയതുകൊണ്ടാണ്. ആ പടത്തിന്റെ കളക്ഷനെ കിട്ടി, പക്ഷെ 50 കോടിക്ക് മുകളിലും കിട്ടിയത് 70-75 കിട്ടി. പക്ഷെ അത് അങ്ങനെ നിൽക്കേണ്ട പടമല്ല. അത് വേറെ ഏതോ ലെവലിൽ പോകേണ്ട ഒരു പടമല്ല. അത് സെൻസർ കോപ്പി ലീക്ക് ആയതുകൊണ്ട് മാത്രമാണ് അത് അണഞ്ഞു പോയത്. അല്ല പിന്നെ ഈ റെക്കോർഡുകളൊക്കെ പ്രേമത്തിനോട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നതിനൊക്കെ ആ തമിഴ്നാട്ടിലൊക്കെ ഓടിയ സമയത്ത് വേണമെങ്കിൽ ഇവർക്ക് എന്നാ പിന്നെ മൊഴി മാറ്റി നമുക്ക് അവിടെ ഇവിടെ കൊടുക്കാതെ പോയിരുന്നെങ്കിൽ അങ്ങ് പോയാനെ പിടിവിട്ടാതെ പോയാനെ. അത് ഭയങ്കര പടമാണെന്നും പറഞ്ഞില്ല, പക്ഷെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു പൾസ് അത് ഉണ്ടാക്കിയായിരുന്നു, ക്രിയേറ്റ് ചെയ്തായിരുന്നു. അത് എവിടെ ഓടുവതാ, അത് ആ സബ്ജക്ട് അതല്ലേ, ഏത് സ്ഥലത്തും ഓടും. റൊമാൻറ്റിക് ആ ഒരു ജേർണി എല്ലാവർക്കും ഇഷ്ടമാണ്. ട്രെൻഡിങ് നിവിൻ പോളിയുടെ ലുക്ക് ട്രെൻഡില്ലായിരുന്നു. അതൊരു ഭയങ്കര ഓളമായിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ ഹൈദരാബാദായിരുന്നു ആ ടൈമില് ഇവിടുത്തെ ഓണം കണ്ടിട്ട് എനിക്ക് ഫേസ്ബുക്ക് തുറക്കുമ്പോ ഇത് മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ ഞാൻ ഓരോന്ന് പ്ലേ ചെയ്ത് മറ്റേ ആലുവ പുഴയുടെ തീരത്ത് അവിടുത്തെ ഒരു ഹൈദരാബാദി ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന് അറിയാത്ത മലയാളം വെച്ചിട്ട് ആലുവ പുഴ പറഞ്ഞിട്ട് പാട്ട് പാടി ഇറങ്ങുമായിരുന്നു. ഭയങ്കര ഓളമായിരുന്നു. പിന്നെ വേറെ ആരും എന്റെ കൂട്ടത്തിൽ പോയാലും അതൊരു ഹിന്ദിക്കാരനെ കൊണ്ട് വിളിച്ചുണ്ടാവാൻ പോയത്. എന്റെ റൂംമേറ്റ് അവൻ പൂരക്കാരനാ, അവന് പടമൊന്നും കാണാൻ പോകാത്ത, പക്ഷെ അവന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ടീച്ചറിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ റൊമാൻസ് എല്ലാവർക്കും പോവല്ലോ. ഈ റീച്ചിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഒരു റീച്ച് ഉണ്ടാക്കണമല്ലോ. നോൺ മലയാളീസ്, നമ്മൾ മലയാളികളല്ലാതെ റീച്ച് ഉണ്ടാക്കണം. എന്നാൽ ഈ പുഷ്പ പോലെയും ബാഹുബലി പോലെയും KGF പോലെയും ഈ ആക്ച്വലി ഇതിന്റെ പർപ്പസ് തന്നെ ഈ ചിത്രം പാൻ ഇന്ത്യൻ ഹിറ്റ് ആകുക എന്നുള്ളതാണ്. ഇതിന്റെ ഇത്രയും വലിയ മുതൽ മുടക്കി എടുത്തതെന്ന് പറഞ്ഞാൽ ഈ അന്യഭാഷയിലുള്ള ആൾക്കാരും കാണണം. ഇതുപോലെ അത് എത്തുമോ? തീർച്ചയായിട്ടും എത്തുന്നില്ലേ? തീർച്ചയായിട്ടും എത്തുന്ന വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂസിഫർ കാണാത്ത കുറെ പേരുണ്ട്, അല്ലെങ്കിൽ ലൂസിഫർ വേറെ രീതിയിൽ കണ്ടവരുണ്ട്. ഹൈദരാബാദിലെ ഇത് നടന്ന പ്രസ് മീറ്റ് നടന്നപ്പോൾ ഞങ്ങൾ ലൂസിഫർ കണ്ടയാണെന്ന് അവിടുത്തെ പ്രസിലുള്ള ആൾക്കാർ തന്നെ പറയുന്നത്. ലൂസിഫർ കണ്ടതാ പറഞ്ഞത് വന്നിട്ട് അല്ല, അവരങ്ങനല്ല പറഞ്ഞത്. ഞങ്ങള് ഡബിൾ ലൂസിഫർ കണ്ടതാണ്. അവര് ഗോഡ് ഫാദർ എന്നല്ല പറഞ്ഞത്, ഡബിൾ ലൂസിഫർ കണ്ടതാണ്. അപ്പം അതിന്റെ സെക്കൻഡ് പാർട്ട് അല്ലയോ, അപ്പം അതെങ്ങനെയാന്നുള്ള രീതിയിൽ അവർ ചോദിച്ചത്. അത് പൃഥ്വിരാജ് പറഞ്ഞായിരുന്നു. അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻ കേസ് ഇത് ഫസ്റ്റ് പാർട്ട് ഹിറ്റ് ആയതുകൊണ്ട് സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കുവാണെന്നാണ്. പക്ഷെ അതിനകത്ത് ക്ലിയർ ചെയ്ത് പറഞ്ഞു, പൃഥ്വിരാജ് പറഞ്ഞു ഇതേപോലെ ഇത് ആദ്യമേ ചിന്തിക്കുമ്പോൾ തന്നെ 3 പാർട്ട് ഉള്ള ഒരു ഫ്രാഞ്ചൈസി ആയിരുന്നു. അതിനുശേഷമാണ് ഫസ്റ്റ് ഹിറ്റ് ആവുകയാണെങ്കിൽ 2ഉം 3ഉം എടുക്കും എന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞപ്പോഴാണ് അവർ മനസ്സിലായി. ഇത് മറ്റൊരു അവർക്കൊരു ഇതുണ്ടല്ലോ, ഫസ്റ്റ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ഒരെണ്ണം എടുക്കാം, പുതിയൊരു കഥ ഉണ്ടാക്കി. ഇത് പുതിയ കഥയല്ല, പഴയ കഥയ്ക്കകത്ത് തന്നെ ചിന്ത പണ്ടേ ഉണ്ട്. അത് ഡെലിവറി എന്താ പറയുക, മറ്റേ നമ്മള് പാകപ്പെടുത്തിയെടുത്ത് എഴുതിയെടുത്തത് പിന്നെ എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പൊ അത് തന്നെ പറയുന്നത്, ഇപ്പം ഇത് നമുക്ക് സ്റ്റാൻഡ് അലോൺ ഫിലിമായിട്ട് കാണാൻ പറ്റും. നമുക്കല്ലാതെ നോൺ മലയാളീസിന് എമ്പുരാൻ ഒരു സ്റ്റാൻഡ് അലോൺ വേറെ അത് തുടക്കമായിട്ട് തന്നെ കാണാൻ പറ്റും. ഇതിനെ തുടക്കമായിട്ട് കാണാൻ പറ്റുമായിരിക്കും, പക്ഷെ അതെ പറ്റണം. അല്ല, അവൻ പറഞ്ഞ ലൂസിഫർ കാണേണ്ട കാര്യമില്ല എന്നാ പൃഥ്വിരാജ് പറഞ്ഞത്. ഇത് കാണാം, പക്ഷെ എന്നാലും ചില ആൾക്കാർ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് ഈ പടം എങ്ങനെ മറ്റുള്ള പ്രേക്ഷകരിലേക്ക് എത്തും. ഇതുവരെ അങ്ങനെ ഒരു ഓളം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അങ്ങനെ ടിക്കറ്റ് വിട്ടിട്ടില്ലല്ലോ, ഇതുവരെ എല്ലാം മേടിച്ചത് മലയാളീസ് അല്ലേ, എങ്ങനെ അത് അവർക്ക് എത്തും? അപ്പം അതിനൊരു ഉത്തരം പറയുന്ന വെച്ചാൽ എമ്പുരാൻ, വേറെ പ്രേക്ഷകർ പറഞ്ഞ എമ്പുരാൻ എന്ന സിനിമ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു റീച്ച് ഉണ്ടാക്കി എടുക്കുക എന്ന് മാത്രമാണ്. എങ്ങനെ ആ KGF ഇവിടെ വന്നത്, എങ്ങനെ ബാഹുബലി വന്നത്, അത് കഴിഞ്ഞില്ലേ നമ്മള് KGF 2 ഓളം ഉണ്ടാക്കിയത്. KGF ആര് കണ്ടു ഇവിടെ? ബാഹുബലി ആരും ബാഹുബലി കാണും, പിന്നെ രാജമൗലിയുടെ പടമാന്നുള്ളത് വെച്ചിട്ട് കാണും.
പിന്നല്ലേ നമ്മൾ അതിലും വലിയ റിസപ്ഷൻ അല്ലയോ ഇതിന് കൊടുത്തത്, 2 കൊടുത്തു. അത് തന്നെയല്ലയോ നമ്മള് എമ്പുരാൻ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പറയാനുള്ളത്. ആ ഒരു കാര്യം അവരും പറഞ്ഞു. അപ്പൊ ഇത് കറക്റ്റ് ആണല്ലോ, അങ്ങനെയാണല്ലോ അറിയിക്കുക ഇങ്ങനെ പടം ഇതുണ്ട്. അത് ഇപ്പം റീച്ച് പറഞ്ഞ പോലെ നല്ല പടമാണെങ്കിൽ OTT വന്നാലും ഈ എന്താ KGF ഇല്ലേ, KGF എന്റെ റൂംമേറ്റ് ആക്ച്വലി അവനൊരു ദിവസം എന്തായാലും ചുമ്മാ നടക്കാൻ പോയ സമയത്ത് വെറുതെ റൂമിലിരുന്ന സമയത്ത് അവൻ പോയിട്ട് ഈ KGF ഫസ്റ്റ് അവിടെ റിലീസ് ഉണ്ടായിരുന്നു, അവൻ പോയി കണ്ടിട്ട് തിരിച്ചു വന്ന് എന്തോ കണ്ടത്, അവൻ ചുമ്മാ കയറിയതാ, ഒരുത്തൻ തോക്കും പിടിച്ചോണ്ടിരിക്കുന്നു, അങ്ങനത്തെ കണ്ടിട്ടാണ് നല്ല തടിയൊക്കെ വെച്ചിട്ട് നിൽക്കും. നമ്മുടെ കന്നടപ്പണങ്ങളൊന്നും കാണുന്നില്ല. ഇവൻ കയറി കണ്ടു കഴിഞ്ഞപ്പോ ഞെട്ടിപ്പോയി. വേറെ റൂമിൽ വന്ന് ഒരേ ബഹളം, എടാ കാണു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ മേടിക്കുക ഇതെന്ത് കാണു, പിന്നെ അതങ്ങ് വിട്ടു. അത് കഴിഞ്ഞിട്ട് OTT മറ്റേ ഇത് ഇറങ്ങി, OTT അല്ല മറ്റേ നെറ്റിൽ ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. അങ്ങനെ ഇരുന്നുകൊണ്ടപ്പോൾ ഇത് ഭയങ്കര സംഭവം. പിന്നെ സെക്കൻഡിന് നമ്മൾ പോയി കണ്ടുവരും. അതേപോലെ എമ്പുരാനും ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഓളം ഉണ്ടാക്കിയിട്ട് തേട് പൊളിച്ചടുക്കാൻ സാധ്യതയുണ്ട്. ഇവൻ പൃഥ്വിരാജ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഇത് ആദ്യമേ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറ, നല്ലതാണെങ്കിൽ നമുക്ക് തേടിന് ഐ വിൽ ഗോ ഫുൾ ഔട്ട് എന്നാ പറഞ്ഞേക്കുന്നത്. തേടിലുള്ള ലീഡുകളെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ അതിനകത്ത്. അപ്പൊ എന്തായാലും തേട് വരും, ഉറപ്പാ, 100% ഉറപ്പാ തേട് വരുമെന്ന്. മാക്സിമം ഇത് പ്രോഫിറ്റബിൾ ആവണം പടം. അതെ, ഭയങ്കരമായിട്ട് പ്രോഫിറ്റബിൾ ആവണം. പ്രോഫിറ്റബിൾ ആവും എന്നാണ് എന്റെ വിശ്വാസം. കാരണം പ്രോഫിറ്റബിൾ ആയാലൊരു ഗുണമുണ്ട്. ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ടീംസ് ഒക്കെ പറഞ്ഞാൽ അവിടുത്തെ ജോയിന്റുകളാണ് ഇതെല്ലാം എടുത്തേക്ക്. ഇവരൊക്കെ വേണമെങ്കിൽ ഒരു കൈകൊടുത്ത സഹായത്തിന് വേണ്ടി എത്താക്കാം ഈ പ്രൊഡക്ഷൻ ടീമിൽ. ഈ ലൈക്കായിട്ടുള്ള എന്തായിരുന്നു ആക്ച്വലി പ്രശ്നം എന്താ ഈ OTT റിലീസിനെ സംബന്ധിച്ചുള്ള? OTT അവര് കൂടുതൽ അപ്പം നമ്മളൊരു OTT ഡീൽ ഉണ്ടാക്കി. നമ്മൾ ഓൾറെഡി ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ട്, റിലീസ് അനൗൺസ് ചെയ്തു. റിലീസ് അനൗൺസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ക്രെഡിബിലിറ്റിയാ. അപ്പം ആ ഒരു ടൈമിൽ തന്നെ ഇറക്കണം. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മളിത് ഓൾറെഡി മാറ്റി വെച്ചു. അപ്പം ദുബായിലൊക്കെ ഓൾറെഡി വിറ്റു അവർ, ഇതാ അവരുടെ മെയിൻ സംഭവം. അപ്പൊ അതിനി മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ ലൈക്കയ്ക്ക് വേറെ ഓഫർ വന്നു OTTക്ക്. എനിക്കൊന്ന് നെറ്റ്ഫ്ലിക്സ് ആയിരിക്കും. ലൈക്കയുടെ മിക്കവാറും പടങ്ങളെല്ലാം നെറ്റ്ഫ്ലിക്സിലാണ്. ആന്റണി പെരുമാറും മിക്കവാറും ഡിസ്നിക്കായിരിക്കും കൊടുത്തത്. ഡിസ്നി മോഹൻലാലും ഭയങ്കര കണക്ഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും സാധ്യത. 70 കോടിയോ അങ്ങനെയാണ് പറഞ്ഞത്. നമുക്ക് ഈ നമ്പറുകൾ അറിയത്തില്ല. എനിക്ക് പറഞ്ഞ അവർ അതിൽ കൂടുതൽ എമൗണ്ട് വന്നുകൊണ്ട് അപ്പം ഓഫർ വന്നപ്പം റിലീസ് മാറ്റി വെക്കണം. അവർക്ക് സ്ലോട്ട് ഇല്ല. നമ്മൾ റിലീസ് മാറ്റി വെക്കുന്ന സമയത്തിന് ആ സമയത്തൊരു ക്ലാഷ് ഉണ്ടായി. അതാണ് അവർക്ക് ഗോപാലൻ വന്നിട്ട് ഗോപാൽജി വന്ന ഇതെല്ലാം നോക്കി രക്ഷനായി പൈസ കൊടുത്ത് അവരെ ഒതുക്കി. അവർക്ക് ഭയങ്കര തിരിച്ചടി. അവർ വൈൻഡപ്പ് ചെയ്യാൻ പോവാന്നാ പറയുന്നത്. അവരുടെ പടങ്ങളല്ല വിടായമോർച്ചൊക്കെ പൊട്ടിയല്ലോ, ഭയങ്കരമായിട്ട് നഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് ഈ കണ്ടന്റ് ആയിട്ടുള്ള പടങ്ങൾ ആക്ച്വലി അവർ ചെയ്തൊരു മണ്ടത്തരമായിട്ടാണ് ഞാൻ പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇവര് ബാക്ക് ഓഫ് ചെയ്യേണ്ടായിരുന്നു. ഇപ്പൊ OTTയില് ചിലപ്പോൾ ലാഭം വന്നേക്കുന്ന ബേബി ഒരു 20 crore അങ്ങനെ ആയിരിക്കും, 20 CR വല്ലതും ആയിരിക്കും അവർക്ക് എക്സ്ട്രാ വരുന്നത്. ആ ഒരു എക്സ്ട്രാ ഇതിന് വേണ്ടിയിട്ട് ഈ റിലീസ് 1 വീക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഒരു ഹോളിഡേ സെഷൻ അതങ്ങ് പോകും. 2 എന്താ പറയുക, ഈ ബാക്കി പടങ്ങൾ ഈ സമയത്ത് പടങ്ങൾ വേറെ ഒന്നുമില്ല. ആ കൂടെ ക്ലാസ് വരുന്ന ഹിന്ദിയിലെ മറ്റേ സൽമാന്റെ പടം മാത്രമേ ഉള്ളൂ. അപ്പൊ വേറെ ക്ലാഷുകൾ ഒരു പടങ്ങളും ഇല്ല. GCSൽ ഇത്രയും പേര് വെയിറ്റിംഗ്, ഇതെല്ലാം ഇത്രയും ഹൈപ്പുള്ള പടം വീണ്ടും കറക്റ്റ് ടൈമിംഗ് ആയത്. ഇനി ഡാൻസ് ശ്രീനിവാസം വല്ല ക്ലാസ് വെച്ചാലോ അല്ലാതെ വേറെ ഒരു ക്ലാസ് അല്ല ഇനിയിപ്പോ അറിയപ്പെടില്ല. എമ്പുരാന് വരെ എമ്പുരാനിന്നോ അങ്ങനെ പറഞ്ഞിട്ട് പുതിയ പടമായിട്ട് വരുമോ തമ്പുരാൻ. ഡാൻസ് ശ്രീനിവാസന്റെ തമ്പുരാൻ. സർപ്രൈസ് എൻട്രി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിയാണോ മറ്റേ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കണമെന്ന് വെച്ചു. ഫസ്റ്റ് പടം ലൂസിഫറിന്റെ അർത്ഥം ചെകുത്താൻ അല്ലെങ്കിൽ മാലാഖ, അവിടുന്ന് മറ്റേ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖ, നെഗറ്റീവ്. സെക്കൻഡ് പടം എന്ന് പറയുന്നത് എമ്പുരാൻ, ദൈവതുല്യൻ ആയിട്ടുള്ള ആ ഒരു ഇതാണ്. മുകളിൽ നിൽക്കുന്നത് രാജാവിന് മുകളില് എന്ന ദൈവത്തിന് തൊട്ട് താഴെ എമ്പുരാൻ. തേർഡ് പടം എന്തായിരിക്കും? തേർഡിന്റെ ടൈറ്റിൽ എന്തായിരിക്കും? ഒരു ജഗത്താൻ വന്നു, ഒരു ദൈവം വന്നു, തേർഡ് എന്തായിരിക്കും? മനുഷ്യനാണ് എന്റെ ആ ഇതിൽ വരുന്ന, അതായത് ന്യൂട്രൽ ആയിട്ടുള്ള, അതായത് കുറച്ചും കൂടെ ഇമോഷണലി സ്റ്റീഫനെ
അടുത്തറിയാം. ചെകുത്താനാണെന്ന് ഫസ്റ്റിലെ നമ്മൾ വിചാരിച്ച ആളൊന്നും അല്ല സ്റ്റീഫൻ. പുള്ളി വേറെ ലെവലാണ്, ചെകുത്താൻ ആ ഒരു ഇതാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. എമ്പുരാൻ എന്ന് പറയുമ്പോൾ അത് എല്ലാം നഷ്ടപ്പെട്ടിട്ട് മേ ബി ഈ പടത്തിൽ പിന്നെ സോൾവ് ചെയ്തിട്ട് എല്ലാവരെയും കാക്കുന്ന ഒരാള് എന്നുള്ള ഒരു രീതിയിലായിരിക്കാം അവസാനം പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയായിരിക്കും, എല്ലാവരെയും ഉള്ളേ ഉറ്റു നോക്കുന്നു, ആ ഒരു ഇതിലായിരിക്കും. തേർഡ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇമോഷണൽ, ഒരു എന്താ പറയുക, ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ ഒരു ലെവലിലേക്ക് വന്നിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോറി ആവാം. അതുകൊണ്ട് മേ ബി അതുകൊണ്ട് മനുഷ്യനോ അല്ലെങ്കിൽ മനുഷ്യൻ എന്നല്ല, അതിന്റെ വേറൊരു ടൈറ്റിലോ അങ്ങനെ എന്തെങ്കിലും ടൈറ്റിൽ ആയിക്കൂടെ. മേ ബി ആ സ്റ്റോറി ആ ഒരു ലെവലിലായിരിക്കാം കുറച്ചുകൂടി കണക്റ്റഡ്. എമ്പുരാൻ എന്ന് പറഞ്ഞ സാധനം ഓൾറെഡി നമ്മള് ന്യൂസിൽ തന്നെ കേട്ടു. അപ്പൊ ഇനി എമ്പുരാനിൽ അത് കാണും തേർഡ് പാർട്ടിലുള്ള. അതെ, ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ തേർഡ് എന്തായിരിക്കും ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഞങ്ങളുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഇതാണ്, എന്താ പറയുന്നത്, ആ ഒരു സ്റ്റോറി അസംഷൻ അല്ലെ, അത് ജസ്റ്റ് അത് പറയാം. ഫസ്റ്റിലെ നമ്മൾ ഖുറേഷ്യ വേൾഡില് ഖുറേഷ്യയുടെ ഇടയിൽ അവിടുത്തെ കുറച്ച് കോൺഫ്ലിക്റ്റുകൾ കാണിക്കുന്നു. അതിനുശേഷം ഖുറേഷ്യയുടെ ഒരു ഡൗൺ സമയത്തായിരിക്കാം സയ്യിദ് മൻസൂറിനെ എങ്ങനെ കിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അത് കാണിച്ചതിന് ഫ്ലാഷ് ബാക്ക് എങ്ങനെ കിട്ടി, ആ പയ്യൻ ഏതാ, കുഞ്ഞു പയ്യൻ, അത് സയ്യിദ് മസൂദിന്റെ ബ്രദർ എന്നാ പറഞ്ഞത്. ആ ക്യാരക്ടർ പറഞ്ഞത് അങ്ങനെ. അർജുൻ ദാസ് ബ്രദറായിട്ടാണോ വരുന്നത്? അർജുൻ ദാസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അർജുൻ ദാസിന്റെ കാസ്റ്റിൽ കാണിച്ചിട്ടില്ല, ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ബുക്ക് മൈ ഷോയിൽ നോക്കി കഴിഞ്ഞാൽ അർജുൻ ദാസ് ഉണ്ട്. സർപ്രൈസ് ക്യാരക്ടർ ഇഷ്ടം പോലെ ഉണ്ട്. പ്രണവ് മോഹൻലാലിന്റെ പേര് പറയുന്നുണ്ട്. ഉണ്ടോ? പറയുന്നുണ്ട്. ചിലപ്പോ ഇനി മോഹൻലാലിന്റെ ചെറുപ്പം കാണിച്ചത് പ്രണവിനാകാൻ സാധ്യത ഉണ്ട്. മേ ബി, എനിക്കറിയത്തില്ല, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സർപ്രൈസ് ക്യാരക്ടർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ ഓൾറെഡി ഒരു സർപ്രൈസ് ക്യാരക്ടർ ഉണ്ട്, വില്ലൻ ആരാന്നുള്ളത് നമ്മളെ കാണിച്ചിട്ടില്ല. അത് ഭയങ്കര റിവീലിംഗ് ആയിരിക്കും. ഡോണിയാൻ മറ്റേ ചൈനീസ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ഒരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. പുള്ളി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അത് ഈ കാസ്റ്റിംഗിന്റെ ടീമില്ലേ, ടീം എന്തോ അബദ്ധത്തിൽ ഒരു പോസ്റ്റ് ഇടുകയും അത് പിന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. ഒരു ചൈനക്കാരനോട്ടിരിക്കുന്ന ഒരു പുള്ളി ഉണ്ടല്ലോ, മറ്റേ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വൈറ്റ് ഇത് വന്നിറങ്ങുന്നില്ല, അതിനകത്ത് ആദ്യമേ ഒരാൾ പറയുന്നു ഡോൺലി, കഥ തുറക്കുന്നു, അപ്പൊ ഖുറേഷി എബ്രാം എന്ന് പറയുന്ന മോഹൻലാലിലെ ഖുറേഷി എന്ന് പറയുന്ന പൊളിക്കും. അങ്ങനെ കൊണ്ടുവരാന്നേ ഉള്ളൂ. പക്ഷെ ഇത് അല്ല, ഇതിപ്പം പാൻ ഇന്ത്യൻ ലെവലാകുമ്പോൾ നീ ഇത് ഉദ്ദേശിച്ചു. KGF എന്ന സിനിമ ഇറങ്ങിയിട്ട് അധീര എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അല്ല ആരാന്ന് കാസ്റ്റ് ചെയ്ത് പോലുമില്ല, വെറും ഷാഡോയിലാണ് അധീര കാണിച്ചത്. അതുപോലൊരു ക്യാരക്ടർ എമ്പുരാനിൽ വരാം. ഷാഡോയില് കാണിച്ചിട്ട് ഈ പടം എത്രമാത്രം റീച്ച് ഉണ്ടാക്കിയെന്നനുസരിച്ച് ആ ഇൻഡസ്ട്രിയിൽ ഒരു ക്യാരക്ടർ വരാൻ സാധിക്കും. വലിയൊരു ആക്ടർ ഈ സഞ്ജയ് ദത്തൊക്കെ വന്നതുപോലെ ആരെ വേണമെങ്കിലും കൊണ്ടുവരാം. ഞാൻ ഒരു ഇന്റർവ്യൂല് സഞ്ജയ് ദത്ത് ഉണ്ട്, അതായത് പണ്ട് മോഹൻലാല് സഞ്ജയ് ദത്ത് ഫ്ലാറ്റിന്റെ ഇരിക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചിട്ട് സഞ്ജയ് ദത്ത് ഈ പടത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സഞ്ജയ് ദത്തിനെ കൊണ്ടുവരുന്നത് അത് പൃഥ്വിരാജ് ചെയ്യുമെന്ന് തോന്നില്ല. എന്തായാലും ഇനി എന്തുവാ, മോഹൻലാലിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു വലിയ സൂപ്പർ താരത്തെ എന്തായാലും കാണിക്കാൻ പോകുന്നില്ല. ഒരു വില്ലൻ കാണുമായിരിക്കും, ഇല്ലെങ്കിൽ ഒരു സഹായി പോലത്തെ ഈ പറയുന്ന മോഹൻലാലിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ വരുമോ? മോളിൽ നിൽക്കുന്ന ക്യാരക്ടർ വരുന്നില്ല, അല്ലെങ്കിൽ അയാൾ വന്നിട്ട് കൊല്ലപ്പെടും. ഖുറേഷി ഇല്ലാന്നാണ് അല്ലെ? അല്ല, ഖുറേഷി എബ്രാം എന്ന് പറയുന്നത് രണ്ടുപേരാണെങ്കിൽ ഖുറേഷി നിൽക്കുന്ന ആള് ഖുറേഷി എന്ന് പറയുന്ന ആള് മോഹൻലാലിന്റെ മോളിൽ നിൽക്കുന്ന നമ്മുടെ ഇതുവാ നരസിംഹത്തിനകത്തെ പോലെ മമ്മൂട്ടി ഹെൽപ്പ് ചെയ്യാൻ അതേപോലെ വേണമെങ്കിൽ എല്ലാം കാണിക്കാം. പക്ഷെ അത് വരാൻ ചാൻസ് ഇല്ല. അത് മമ്മൂട്ടി എന്തായാലും കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. അങ്ങനെ എന്തായാലും കൊണ്ടുവരുവാണെങ്കിൽ തന്നെ മമ്മൂട്ടി കൊണ്ടുവരാം. പക്ഷെ ആ റെപ്യൂട്ടേഷൻ ഇത് വരും, ആൾക്കാർ കമ്പയർ ചെയ്യും. നരസിംഹത്തിനകത്ത് വന്ന് രക്ഷിച്ചിട്ട് പോയത് പോലെ അതുകൊണ്ട് അത് വരാൻ ചാൻസ് ഇല്ല. മമ്മൂട്ടി ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ബാക്ക് ഷോട്ട്, ഒരു എന്താ പറയുക, സജഷൻ ഷോട്ട് പോലെ
ബാക്കിൽ നിന്ന് തലമുടി മാത്രം കാണിച്ചോണ്ട് വെക്കാം, എന്നിട്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് വി ആർ വെയിറ്റിംഗ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് വേണമെങ്കിൽ അടുത്ത ഇതിനകത്ത് പാർട്ട് 3 വെയിറ്റ് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഈ എന്താ പറഞ്ഞ ഈ ടീസറിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നത് ഖുറേഷി എബ്രാം എന്ന് പറയുന്ന സബ്സ്റ്റേറ്റിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഖുറേഷി കഴിഞ്ഞിട്ട് ഹൈഫൻ എബ്രാം ഉണ്ട്. അപ്പൊ അത് രണ്ടുപേരാണോ ഒരാളോ ഓൾറെഡി ഒരു ചർച്ച ഉണ്ട്. പിന്നെ എന്തായാലും വെയിറ്റിംഗ് ആണ്, കണ്ട വെയിറ്റിംഗ് ആണ്. നമ്മുടെ ഒരു അസംഷൻ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഖുറേഷിയെ ലാസ്റ്റ് ക്ലൈമാക്സ് ആയിരിക്കും ആ കേരളത്തിലെ മുണ്ടുമടക്കുള്ള ഫൈറ്റ്. അതിപ്പോ ഓൾറെഡി എല്ലാരും ചിന്തിച്ച പോലെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ കൂടുതലും നമുക്ക് ചിന്തിക്കാം. അതെ, ജിതിൻ രാംദാസ് കൊല്ലപ്പെടാം മേ ബി, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതായിട്ട് വരുത്തി തീർക്കുന്നുണ്ടായിരിക്കാം. കാരണം ആ ഒരു എന്തായാലും ഫാമിലിക്ക് ഒരു വലിയ ത്രെറ്റ് ഉണ്ടാവുന്നുണ്ട്. നമ്മള് ഗവർണർ തന്നെ പറയുന്നത് സേഫ് ബോട്ട്സ് ഓൺ കൺട്രി എന്ന് തന്നെ പറയും. അപ്പൊ കേരളത്തിന് അത്രയ്ക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതെ, കാരണം എന്താ ഈ ലാസ്റ്റ് മറ്റേ പ്ലാവിനെയൊക്കെ പറത്തി വിടുന്ന സീൻ ഉണ്ടായിരുന്നല്ലോ മറ്റേ കാണിക്കുന്ന ആ സമയത്ത് പ്രിയദർശൻ രാംദാസിനെ നോക്കുകയാണെങ്കിൽ ഭയങ്കര വിഷമമുള്ളതായിട്ടൊന്നും കാണും. പക്ഷെ ഈ ഡാം സംരക്ഷണ സമിതിയുടെ യോഗം അതിനകത്ത് ഭയങ്കര വിഷമിച്ച് നിൽക്കുന്നേട്ടാ, ഒരു തലമുടിയെ കഴിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ട പോലെ നിൽക്കുന്നേട്ടാ തോന്നിയത്. അതിനകത്ത് ടോവിനോയുടെ ഫോട്ടോയും ഇല്ല. അപ്പൊ മേ ബി പുള്ളിക്കാരൻ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ പുള്ളിയുടെ ക്യാരക്ടർ കാണാതെ പോവുകയോ എന്തെങ്കിലും ഒരു മേ ബി മരിച്ചു പോയതായിട്ട് വരുത്തി തീർക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പുള്ളി എങ്ങനെ രക്ഷിക്കാൻ വരുന്നു എന്നാവാം. എനിക്ക് തോന്നുന്നില്ല ടോവിനോ വില്ലനാവും, ഒരു ഗ്രേഷ്യർ ഉണ്ടാവും, ഹെൽപ്പ് ചെയ്യാനേ സ്റ്റീഫൻ വരത്തുള്ളൂ. ഗ്രേഷ്യർ ഈ ഗോർദൻ രണ്ട് ഫയല് സ്റ്റീഫന്റെ പുറകിൽ ഒരു കഥയുണ്ട്, സ്റ്റീഫൻ വേറെ എന്തെന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്റ്റീഫനെ അന്വേഷിക്കുന്നുണ്ട് അവരെല്ലാരും. അതെ, രണ്ട് ഫയല് ടേബിളിന്റെ മണ്ടയ്ക്ക് വെച്ചേക്കുന്നുണ്ട്. അത് ഗോർദന്റെ ഫയലാണോ? അങ്ങനെ വേണം. ഗോവർദ്ധൻ കണ്ടുപിടിച്ച ഫയലുകളായിരിക്കും, ഇല്ലെങ്കിൽ ആ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. അപ്പം കരാറുകൾ. അതെ, അപ്പം പുള്ളി മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആവുന്നു. രക്ഷിക്കാനായിട്ട് ഇവിടെ തിരിച്ചു വരുമ്പോഴായിരിക്കാം മറ്റേ ഫൈറ്റ് നടക്കുന്നത്. ഈ ഫൈറ്റ് ഈ സംരക്ഷണ യോഗത്തിനകത്താണ് മറ്റേ കുതിര കത്തുന്നതിന്റെ ഇടയ്ക്ക് കിടന്ന് ഓടുന്നതും ഡബിൾ ബാരൽ അല്ലേ, അത് മറ്റവന്റെ ഹിന്ദി. പക്ഷെ ഈ സമയത്ത് ഒരു കയോസ് അതുണ്ട്, അവിടെ അടി നടക്കുന്നുണ്ട്. ഇങ്ങനെ അത് വരെ ഗുജറാത്തിൽ ആ ടൈമിങ്ങിൽ അടി നടക്കുന്നുണ്ട്, അതേപോലെ അടി കേരളത്തിൽ നടക്കുന്നുണ്ട്. അവിടെ തന്നെ അവർ ആ ഇതിന്നൊക്കെ ഇറങ്ങി ഓടുന്നുണ്ടല്ലോ. അതെ അതെ, അതാ ഞാൻ ചോദിച്ചത്. ആ സമയത്ത് ഒരു അടി നടക്കുന്നുണ്ട്. അത് ഈ ASM പാർട്ടി ഇവിടെ വന്നിട്ട് ഈ പാർട്ടി തകർക്കാനോ അങ്ങനെ എന്തെങ്കിലും കുറച്ചും കൂടെ പൊളിറ്റിക്കൽ ആയിട്ടാണ്, ഭയങ്കര ഗിമിക്കും കാര്യങ്ങളൊന്നും കാണില്ല. ഇല്ല, കേരള പൊളിറ്റിക്കൽ ഒന്നും കേറത്തില്ല കൂടുതലായിട്ട്. എന്ന് വെച്ചാൽ അത് ബാക്കിയുള്ളവർക്ക് ദഹിക്കത്തില്ലല്ലോ, അങ്ങനെ വരത്തില്ല. പക്ഷെ അഖണ്ഡ മറ്റേ അത് ആ പാർട്ടി വന്നത് ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്കും കണക്ട് ആവുന്ന രീതിയിലായിരുന്നു. പക്ഷെ അത് കൂടുതൽ നെഗറ്റീവ് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അങ്ങനെ പറയത്തില്ല. അങ്ങനെ പാർട്ടി ബേസ് കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു അജണ്ടയും കടത്തിവിടാൻ സാധ്യതയില്ല. ഇത് വേറെ ലീഗ, മലയാളി അങ്ങനെ ചെയ്തില്ല. അല്ല, ഐ മീൻ പുള്ളിയുടെ തോട്ട്സ്, അതായത് മുരളിഗോപിയുടെ തോട്ട്സ് പല സിനിമകളിലും പുള്ളിയുടെ രാഷ്ട്രീയം പുള്ളി വ്യക്തമാക്കിയിട്ടുണ്ട്. ലെഫ്റ്റിലാണെങ്കിലും പിന്നെ മറ്റേ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, മൊത്തം വെട്ടിക്കൊല്ലുന്ന മറ്റേ ഈ പണിയിലെ വില്ലൻ ഉണ്ടല്ലോ, അവനും പിന്നെ ലവനും നമ്മുടെ കൊമ്മാര സംഭവമല്ല, നമ്മുടെ ജാതിക്കാത്തോട്ടത്തിനകത്തെ മറ്റേ പപ്സ് ഇരിക്കുന്ന പയ്യന്റെ പേരെന്തായിരുന്നു? നസ്ലിന്റെയും പണിയിലെ വില്ലന്റെ പേരെന്തായിരുന്നു? മനസ്സിലായി? തൽമുടി ഗിരിയേട്ട, അവന്റെ പേര് ഞാൻ മറന്നുപോയി. രണ്ടുപേരും കൂടെ സാഗർ സൂര്യയും നസ്ലിനും കൂടെ തമ്മിലുള്ള ഒരു മൂവി ഉണ്ട്, നമ്മുടെ പൃഥ്വിരാജൊക്കെ ഉണ്ട്. ഈർപ്പല്ല, വേറൊരു പടം. അതിനകത്തൊക്കെ നല്ല രാഷ്ട്രീയം പറഞ്ഞു. എനിക്ക് മുരളിഗോപിയുടെ തോന്നുന്നു. പല പടങ്ങളിലും വ്യക്തമായിട്ട് തന്നെ രാഷ്ട്രീയങ്ങൾ കൃത്യമായിട്ട് പറയുന്നതാണ്. ഈ എന്താ കമ്മാര സംഭവത്തിനകത്ത് തന്നെ ഈ അജണ്ട മറ്റേ ഈ സംഭവം പൊളിച്ചെഴുതാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പക്ഷെ അങ്ങനെ തരത്തിലുള്ള വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഇതിനകത്ത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഓടണമല്ലോ. ബേസിക്കലി ഇറ്റ്സ് ഓൾ അബൌട്ട് മണി. മണി ഉണ്ടാക്കിയാലേ ഇത് വരുത്തുള്ളൂ. എന്റർടൈൻമെന്റ് ആണ് മെയിൻ ഉദ്ദേശം. എന്റർടൈൻമെന്റ് തന്നെയാണ്. അതെ,
എന്തായാലും ഒരു എക്സ്പെൻസീവ് കണ്ടന്റ് ആണ്. എക്സ്പെൻസീവ് കണ്ടന്റ്, ഒരു ബ്രഹ്മാണ്ഡ സാധനം കാണാം എന്നാണ് 100% ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. ഇത് ഗംഭീരമായാലേ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നിന്നും അടുത്ത ഗംഭീര സാധനങ്ങൾ. അതെ, നമുക്ക് ഒരു വഴി കാണിക്കാൻ ഒരു സാധനം വേണമല്ലോ. അത് ഇതാണ് നമ്മുടെ അടുത്ത മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്തുനിന്ന് വേറൊരു കാര്യം കൂടെ പറയണോ, ദൈവമേ ഞാൻ മറന്നുപോയി, സോറി. ഒരു ഇന്റർവ്യൂവിൽ ഒരു പയ്യൻ പൃഥ്വിരാജിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ എപ്പിക്ക് എന്തെങ്കിലും പ്ലാനിലുണ്ടോ? ആ ടൈമില് പൃഥ്വിരാജ് മോഹൻലാലിനെ നോക്കിയിട്ട് ചിരിച്ചിട്ട് മോഹൻലാൽ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഒറ്റ വാക്കേ പറഞ്ഞു, യെസ്. എന്തായിരിക്കും? കണ്ടപ്പോഴാണോ? പക്ഷേ ഓൾറെഡി അവരുടെ ടീം ഡിസ്കഷൻ നടക്കുന്നുണ്ട് വലിയ വലിയ ഡയറക്ടറുമായിട്ട്. അത് പറഞ്ഞു വരുന്നത് ഇനിയിപ്പം പൃഥ്വിരാജിലോട്ട് വന്ന് കാണാതിരിക്കും. മേ ബി, അറിയില്ല. ഇപ്പൊ ഇവര് പറയുന്നത് വെച്ചാൽ മേ ബി മോഹൻലാൽ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ എമ്പുരാൻ കഴിഞ്ഞു, ഇനി ഒരു കോമഡി പടം. അതെ, നെക്സ്റ്റ് കോമഡി പടം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതിന്റെ ലൂസിഫർ 3, അത് കഴിഞ്ഞ് പിന്നെ കോമഡി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് മേ ബി, അതിനിടയ്ക്ക് വരാൻ ചാൻസ് ഇല്ല. മേ ബി അത് കഴിഞ്ഞിട്ടായിരിക്കാം രണ്ടാം ഇതിന്റെ റിസപ്ഷൻ അറിഞ്ഞിട്ട് വേണം. അതെ അതെ, അങ്ങനെ കിടക്കാം, ചെയ്യാന്നേ ഉള്ളൂ. എനിക്ക് പൃഥ്വിരാജിന് പറ്റും. അതെ, എനിക്ക് ഫുൾ ട്രസ്റ്റ് ഉണ്ട് പൃഥ്വിരാജില്. പൃഥ്വിരാജ് മേക്കിംഗ് കണ്ണിങ് ആണ്. അതെ, ഭയങ്കര സ്റ്റൈൽഡ്. ആ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഷോർട്ട് ഡിവിഷൻ പക്ക ഒരു സ്ക്വയർ വരച്ച് അതിനകത്ത് നിന്ന് അഭിനയിക്കുന്ന ഈ സാധനം അതുപോലെ ചെയ്യേണ്ട ഒരു പടമാണ് രണ്ടാമ്പുഴ പോലെ എപ്പിക് സിനിമ. അതെ അതെ, അല്ലാതെ ഈ എന്തോ മണ്ടന്മാരുടെ അടുത്ത കയ്യിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ. രണ്ടാമ്പുഴത്തിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനമുണ്ട്. അതായത് ഭീമന്റെ ചെറുപ്പകാലത്ത് ഭീമൻ ശക്തി തിരിച്ചറിയുന്ന ഒരു സീനുണ്ട്. അതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ എനിക്ക് തിയേറ്ററിൽ കാണുമ്പോൾ എങ്ങനെ അത് ചിത്രീകരിക്കും, അത് പൃഥ്വിരാജ് ചിത്രീകരിച്ച കിട്ടിയതായിരിക്കും, 100% ഉറപ്പാണ്. ആ ശക്തി പവർ തിരിച്ചറിയുന്ന എല്ലാവരും വെറുതെ നടന്നു പോകുമ്പോൾ ആ പവർ തിരിച്ചറിഞ്ഞിട്ട് ഒരു സൂര്യ അസ്തമിക്കുന്ന സമയത്തേക്ക് ഒരു കാട്ടിക്കൂടെ ഭീമൻ നടന്നു വരുന്ന നമുക്കത് ഫീൽ ആ രീതിയിൽ എഴുതിയേക്കുന്നു. അതൊക്കെ എനിക്ക് അതേപോലെ പല പല സീനുകളുണ്ട്. അതൊക്കെ പൃഥ്വിരാജിനെ പോലൊരു മേക്കർ വേണം. അതേപോലത്തെ ഒരു മേക്കർ, മിഷനറി ഡയറക്ടർ. എനിക്ക് 100% ട്രസ്റ്റ് ഉണ്ട് പൃഥ്വിരാജില്. അതുകൊണ്ട് വരട്ടെ, അങ്ങനെ വന്നാ പൃഥ്വി തന്നെ ചെയ്യാത്തത്. ഇതിലറിയാം പൃഥ്വിന്റെ എത്ര കേപ്പബിലിറ്റി ഉണ്ടെന്നുള്ളത്. ട്രെയിലർ കണ്ടിട്ട് ഹൈപ്പ് എന്ന് വെച്ചാൽ ഡബിൾ ഹൈപ്പാണ്. അത് റെഡി ആവട്ടെ, എല്ലാം റെഡി ആവട്ടെ. അത് തന്നെ നമുക്ക് തിയേറ്ററിൽ കാണാം എമ്പുരാൻ.